ജീസസ്. അന്യഭാഷയിൽ തന്നെ ഒന്ന് ആരാധിച്ചേ. കരങ്ങൾ അടിക്കണമെങ്കിൽ അടിക്കാം. നോക്കാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. കരങ്ങൾ അടിക്കണമെങ്കിൽ അടിക്കാം. കരങ്ങൾ അടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടുന്നെങ്കിൽ കരങ്ങൾ അടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കരങ്ങൾ ഉയർത്താം. ക്രിസ്തു ഉള്ളിടത്ത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആരാധിക്കുമ്പം കണ്ടുകൊണ്ട് ആരാധിക്കണം. അതാ ഏറ്റവും അത്യാവശ്യം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കാണണം. ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വായിൽ ദൈവം സ്തുതി എന്ന ബലം നിയമിച്ചിരിക്കുന്നു. ആ ബലം നിങ്ങൾ ഉപയോഗിക്കുക ആരാധനയിൽ. നല്ലൊരു ശതമാനം ആൾക്കാർ ആരാധിക്കുന്ന എന്തിനാന്ന് പോലും അറിയത്തില്ല. നമ്മൾ ആരാധിക്കുമ്പോൾ ആ മലകൾ മാറിപ്പോകുക, അത് കാണണം. ആ വിഷയങ്ങൾ ഇടുങ്ങിപ്പോകുക, തീർന്നു പോകുക. നമ്മുടെ ആരാധനയിൽ എഴുന്നള്ളി വരുന്ന ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എഴുന്നള്ളി വരുവാ ദൈവം എന്ന്. അങ്ങനത്തെ എഴുന്നള്ളുന്ന പാർട്ടിയൊന്നുമല്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. ആരാധിക്കുമ്പോൾ വരുവാന്നല്ല, ഹീസ് ഓൾറെഡി ഹിയർ. നൗ ഹി വാണ്ട്സ് യു ടു എക്സസൈസ്. നമ്മുടെ അകത്തെ അധികാരം ഉപയോഗിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അത് ആരാധനയിലാണ്. നീങ്ങിപ്പോയി എൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ അത് കാണണം. ആ ഭാരമൊക്കെ നീങ്ങിപ്പോന്നേ. നീങ്ങിപ്പോയി എൻ്റെ ശാപം. ഇനി ശപിക്കപ്പെട്ടവനല്ല ഞാൻ. അത് മനസ്സിനകത്ത് കയറ്റണം. പിശാചിൻ്റെ തന്ത്രം എന്താണെന്ന് ഞാൻ പറയാം. എന്തെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ധൈര്യം കളയാൻ പിശാച് എപ്പോഴും നിങ്ങളോടും എന്നോടും നുണ പറയും. നീ ഇന്നലെയും കുഴപ്പം കാണിച്ചതല്ലേ എന്ന്. പിശാചിനോട് പറയണം, അത് ഞാനും കർത്താവുമായിട്ട് തീർത്തോളാം. ഞാൻ ഉള്ളതുപോലെ അംഗീകരിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. സോ അന്യഭാഷയിൽ, കണ്ണുകളടച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, we are born again to be conquerors. വീണ്ടും ജനിച്ചിരിക്കുന്നത് ജയിക്കാനാ. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് വാഴുവാനാ. കരഞ്ഞുകൂയി നടക്കാനായിട്ടല്ല, ദാരിദ്ര്യം പറഞ്ഞ് നടക്കാനായിട്ടല്ല. കമോൺ, കണ്ണുകളെ അടച്ച് കണ്ടേ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കണ്ടേ. നിങ്ങളുടെ തല ഉയർത്തിക്കേ. തല കുനിക്കാനല്ല വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നേ. ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും തല കുനിക്കത്തില്ല. ആരുടെ മുമ്പിലും കുനിക്കത്തില്ല. ഒരു മനുഷ്യന്റെ മുമ്പിൽ കുനിക്കത്തില്ല. കണ്ണുകൾ അടച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത് കണ്ടേ. അന്യഭാഷയിൽ നല്ല സ്ഫുടമായി ശബ്ദം ഉയർത്തി അന്യഭാഷയിൽ ആ മലകളെല്ലാം സമഭൂമിയാകുന്നത് കണ്ടുകൊണ്ട് ആരാധിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലാണോ വാഴ്ച ഇല്ലാത്തത് അവിടെ വാഴുന്നതായി കണ്ടേ. എല്ലാം ഭയങ്ങളും മാറട്ടെ. ഇവിടെ മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലായിടത്തും എല്ലാം ഭയം. വീണ്ടും നാം ഭയപ്പെടേണ്ടതിന് ദാസന്മാരല്ല നിങ്ങളും ഞാനും, മക്കളാ. മക്കൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങളെ തെരഞ്ഞെടുത്തത് ഞാനാ. നമ്മളല്ല ദൈവത്തെ തെരഞ്ഞെടുത്തത്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാ. സോ when he chose me, എന്നെ തെരഞ്ഞെടുത്തപ്പോൾ ഞാൻ ആരാന്ന് എന്നെ അറിയാവുന്നതേക്കാളും നന്നായിട്ട് കർത്താവിന് എന്നെ അറിയാം. So he loves me as I am. Come on, കരങ്ങളെ അടിക്കണമെങ്കിൽ അടിക്കാം, ഉയർത്തണമെങ്കിൽ ഉയർത്താം. ഹല്ലേലൂയ. അന്യഭാഷയിൽ നല്ല ശബ്ദം ഉയർത്തി ചുറ്റുമുള്ളവർ കേൾക്കണം. നിങ്ങളുടെ വീട് വരെ കേൾക്കണം അന്യഭാഷ. അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് മേൽ ഒരു തുള്ളി അഭിഷേകം വീണാൽ, വെണ്ണീരിന് പകരം അലങ്കാരമാല. ഹല്ലേലൂയ. വിഷമിക്കുന്ന മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. നിന്ദയ്ക്ക് പകരം ഇരട്ടി എന്നേക്കും മാന്യത. ജീസസ്. നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ അവൻ സമ്പന്നനാണ്.
Come on, let the whole atmosphere be charged with His presence. ഈ മുഴുവൻ അന്തരീക്ഷം മുഴുവൻ കർത്താവിന്റെ മഹത്വത്താൽ ഇവിടെ മാത്രമല്ല, കണ്ടോണ്ടിരിക്കുന്ന ഭവനത്തിൽ, കണ്ടോണ്ടിരിക്കുന്ന ഓഫീസുകളിൽ, യാത്ര ചെയ്തോണ്ടിരിക്കുന്ന വണ്ടികളിൽ, വാഹനങ്ങളിൽ, everywhere. ഓ യേശുവേ, ആ നാമത്തെ ശബലരിയാനാന്തോരേ റിഖനാരി ബലാരിയാന്തോരേ റിമനേരി ഖനാരേ കേ യേശുവേ, യേശുവേ, ആ നാമത്തെ ശബ്ദമുയർത്തി യേശുവേ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാൻ മടങ്ങുന്ന നാമമാണ്. It is a name above every name. ആ നാമം അത്ഭുതമാണ്. ആ നാമം അത്ഭുതമാണ്. That name itself is a miracle. Sorakani darandore rebalari kaneri andore rimaneri karajadare ke. സൗഖ്യമാകട്ടെ, ശാരീരികമായ വ്യാധികൾ മാറട്ടെ. ഭവനത്തിലിരിക്കുന്നവർ, ഇവിടെ നിൽക്കുന്നവർ, അവസ്ഥകളെ മാറ്റുന്ന അത്ഭുത നാമമായ യേശു, അത്ഭുത നാമമാണ്. He is wonderful. Ora balara kasiana rakase dere bedere kere meshanduraba. ഓരോരുത്തരും ദാഹിച്ചു വന്നിരിക്കുന്ന ഓരോരുത്തരും അവനെ അന്വേഷിക്കുന്നവർക്ക്, ദാഹിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവന്, ദാഹിക്കുന്നവർക്ക്, വാഞ്ചിക്കുന്നവർക്ക്. ഓ ഓ ഓ ശബാലരേഖരേബേ, ഒരു വെറും ആരാധന കാണുന്നത് പോലെയല്ല, ദാഹിക്കുന്നവർക്ക്, ദാഹിക്കുന്നവർക്ക്. ശേലരോകോനിയാനാരാബാസേകേ റബലരയാനാരാബാസേകേ. Oh Jesus, your presence. Rekalare andure daraja garande. Mottolamalla കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ച കർത്താവേ, നിറയ്ക്കണം അങ്ങയുടെ ശക്തിയാൽ, നിറയ്ക്കണം. നിറയ്ക്കുന്നവന്റെ നിറവെന്ന യേശുവിന്റെ പേരെങ്കിൽ ഇന്ന് നിറയ്ക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ശൂന്യമായിട്ടാണോ വന്നിരിക്കുന്നത്? നിറയ്ക്കുവാനാ യേശു വന്നിരിക്കുന്നത്. ദാഹിച്ചാണോ വന്നിരിക്കുന്നത്? നിറയ്ക്കുവാനാ വന്നിരിക്കുന്നത്. The attitude should be thirst. അവനെ അന്വേഷിക്കുന്നവർക്ക്, ദാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക്, വെറും ഒരു സഭായോഗത്തിൽ വരുന്നത് പോലെയല്ല. ഞാൻ വന്നിരിക്കുന്നത് നിറയുവാനായിട്ട്. വീടുകളിൽ ഇരിക്കുന്നവരും ഒരു TV ഷോ കാണുന്നത് പോലെയല്ല, നിറയുവാനായിട്ട്. എനിക്ക് നിറയണം. വേറെ ആരുടെയും കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുന്നവനായ എൻ്റെ കർത്താവ്. ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടായിരിക്കും, പക്ഷെ ഇന്ന് എനിക്കൊരു നിറവ് വേണം. ഈ ആഴ്ചയിൽ, ഈ ദിവസങ്ങളിൽ I want to be a more than conqueror. എനിക്ക് അഭിഷേകത്താൽ നിറയണം, അഭിഷേകത്തിന് വില കൊടുക്കണം, അഭിഷേകത്തിനായി വാഞ്ചിക്കണം. ഇന്ന് പകൽ ദാഹത്തോടെ വന്നിരിക്കുന്നവർ
നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഒരു പാട്ട് പാടുന്ന ലാഘവത്തിലല്ല, ഒരു പ്രാർത്ഥനയായി. ഒരു പാട്ട് പാടുന്നത് പോലെയല്ല, ഹൃദയത്തിന്റെ അകത്ത് നിന്നും ഒരു പ്രാർത്ഥനയായി ഉയരട്ടെ. കർത്താവേ, ഇന്ന് വാഞ്ചിക്കുകയാണ് ഞാൻ. ഒരു ചെറിയ രോഗസൗഖ്യം അല്ലെങ്കിൽ അവസ്ഥയുടെ മാറ്റം, ഞാൻ പറയാം, അത് മാത്രമല്ല. യേശുവേ, നീ വേണം എൻ്റെ അകത്ത് വരാൻ. എന്നെ അഭിഷേകത്താൽ നിറയണം. വീണ്ടും വീണ്ടും വേറെ ഒരാളുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കാനല്ല, എന്നിൽ ഇരിക്കുന്നവനായ ക്രിസ്തു, ആ യേശുവിനെ the anointing makes the difference. ഓ ശബലരാഖാസേതേരേകേ മുട്ടോളമല്ല ജീസസ്, അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. കരങ്ങളെ ഉയർത്തി യേശുവേ നാഥ, അങ്ങയെ ഞാൻ with your presence. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല നിറയ്ക്കുക നിന്റെ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, be filled, narega, 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 narega.
Jesus. We know we can do nothing without you. കർത്താവേ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ആകയില്ലല്ലോ നാഥ. We understand that. ഞങ്ങളത് അറിയുന്നപ്പാ. That is why, Holy Spirit, we ask your help to walk in Christ every day. ഓരോ ദിവസവും ക്രിസ്തുവിന്റെ വഴിയിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ദിവ്യ സഹായം ഞങ്ങൾക്ക് വേണം. We know and we understand that without you we cannot have a victorious life. കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊരു ജയകരമായ ജീവിതം സാധ്യമേ അല്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. We depend on you. ഞങ്ങൾ പൂർണ്ണമായി കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കും. Help us to be always thirsty about you. എപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കും. Thirsty for you, Jesus. Thirsty for the word of God. Thirsty for the anointing. Thirsty for more of God in us. യേശുവിനായി, കർത്താവിന്റെ വചനത്തിനായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ടെല്ലാം എപ്പോഴും വലിയ ദാഹമുള്ളവരായിട്ട് ഞങ്ങൾ മാറട്ടെ. And we know that whenever we are thirsty, we can come to you, and out of us will flow rivers. കർത്താവ്, ഞങ്ങൾ ദാഹിച്ച് നിങ്ങളുടെ അടുക്കൽ വരുമ്പോഴൊക്കെയും ഞങ്ങളെ ജീവജല നദികൾ ഞങ്ങളിൽ നിന്ന് ഒഴുകുമാറാക്കുമല്ലോ. We love you, my Jesus. യേശുവേ, ഞങ്ങൾ അങ്ങേ We സ്നേഹിക്കുന്നു. give you all the glory. എല്ലാ മഹത്വവും കർത്താവിന് തരുന്നു. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. Amen. Give a clap and say thank you, Jesus. കരമടിച്ച് യേശുവേ നന്ദി എന്ന് പറയും. All of us who are watching us all over India, all over the world, we greet you in the name of Jesus. ഭാരതത്തിലെമ്പാടും ലോകം Maybe seated. എങ്ങു നിന്നും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. It is a joy, it is an honor again to stand and preach the name of Jesus, the word of God. കർത്താവായ യേശുവിന്റെ നാമത്തെയും ദൈവവചനത്തെയും പ്രസംഗിക്കാൻ നിൽക്കുന്നത് മഹാസന്തോഷമാണ്. അത് വലിയൊരു പദവിയുമായി ഞങ്ങൾ കാണും. There is no greater privilege, no greater thing than to stand up for Jesus, preach Jesus, because Jesus equals hope, miracle and every good thing. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. ആ നാമത്തെ ഉയർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും ലോകത്തില്ല. കാരണം ആ നാമത്തിൽ മാത്രമാണ് പ്രത്യാശ, ആ നാമത്തിൽ മാത്രമാണ് അത്ഭുതം. Some depend on many other things, but those who trust in Jesus will never be put to shame. പല ആൾക്കാരും പലതിലുമൊക്കെ അവരുടെ ആശ്രയം വെക്കാറുണ്ട്. എന്നാൽ കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. Every moment of their life they are under a blessing. I want to tell you, those who are born again are designed to be more than conquerors. കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ആകമാനം അവരൊരു അനുഗ്രഹത്തിന്റെ കീഴിലാണ്. വീണ്ടും ജനിച്ച് ഓരോ മക്കളെയും ജയാളികളാകാനായി ഡിസൈൻ ചെയ്തിരിക്കുക. Many times we don't realize this. പലപ്പോഴും നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കുന്നില്ല. In between, my brother-in-law passed away last night. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട വിവരം അതിനിടയിൽ അറിയിക്കട്ടെ. He is now with the Lord. കർത്താവിനോട് ചേർക്കപ്പെട്ടു, കർത്താവിലാണിപ്പോൾ. He is in a better place than us. നമ്മളിപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലത്ത് എൻ്റെ. Some asked me, are you not sad? ചെല്ലനോട് ചോദിച്ചു, തങ്കുബ്രദറിന് ദുഃഖം ഇല്ലേ? Yes, we will miss him, but why should I be sad? Because he has gone to a better place. He is promoted. നിശ്ചയമായിട്ടും അദ്ദേഹത്തിനോടുള്ള ഒരു വേർപാട് മിസ്സിംഗ് ഉണ്ട്, അതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ നമ്മളിവിടെ ആയിരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായൊരു സ്ഥലത്ത്. അങ്ങനെയാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ദുഃഖിക്കുന്നത്. We preach eternal life. We preach eternity. We preach heaven is a better place. But when someone goes there, we are sad. നിത്യജീവൻ നമ്മൾ പ്രസംഗിക്കും. സ്വർഗം വലിയ അനുഗ്രഹമുള്ള സ്ഥലമാണ്, മനോഹര സ്ഥലമാണെന്ന് പ്രസംഗിക്കുകയും ചെയ്യും. ആരിലൂടെ പോയാൽ നമ്മൾ വിഷമിക്കുകയും ചെയ്യും. That is jealousy, I think. എനിക്ക് തോന്നുന്നത് അസൂയാണെന്നൊരു സംശയം. Because they are now in a place where there is no tear, and in Christ they are now hidden
till Christ returns. കർത്താവിന്റെ വരവരെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന അവർ കണ്ണുനീരില്ലാത്തൊരു സ്ഥലത്താണ്. അതിനെക്കുറിച്ച് നമ്മൾ അസൂയപ്പെടുകയും വിഷമിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. So yesterday night, of course, the family was sad, but when I started talking with them, their missing is there, but not sad. Sorrow is there, but not sad. കഴിഞ്ഞ രാത്രിയിൽ അവരുമായി സംസാരിച്ചപ്പോൾ ആ കുടുംബം വളരെ വേദനയിലും ദുഃഖത്തിലുമായിരുന്നെങ്കിലും ഈ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞപ്പോൾ അവർക്ക് ആ അപ്പനെ ഭർത്താവിനെ കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കുന്ന വേദനയുണ്ട്. എന്നാൽ ഒരു അതിദുഃഖം. How many of you are sure about heaven? സ്വർഗമുണ്ടെന്നും ഞാൻ അവിടെ പോകുമെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെയുണ്ട്? How many of you know that we will see again face to face once we are there? അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളെല്ലാവരും തമ്മിലും നമ്മളെ വിട്ടുപോയ ദൈവമക്കളുമായിട്ട് അവരുടെ മുഖം നമ്മൾ നേരിട്ട് കാണുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? Then you should be very happy. അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം വേണം ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ. Yes, we will miss them, but we will see them again. അതെ, നമ്മൾ അവരെ മിസ് ചെയ്യും, അതിന്റെ പ്രയാസമുണ്ട്, പക്ഷെ വീണ്ടും കാണും. Hallelujah. So back to my topic. The Bible, if you really believe the Bible, വാസ്തവത്തിൽ ഈ ബൈബിളിനെ നിങ്ങൾ വാസ്തവമായി വിശ്വസിച്ചാൽ, if you really believe Jesus is alive, യേശു കർത്താവ് ജീവിക്കുന്നു എന്ന് വാസ്തവത്തിൽ വിശ്വസിച്ചാൽ, many time I have my assumption or my observing people is when they are, many say they are born again Christian, many say they are new creation, but actually they do not believe that whatever is written is real. പല ആൾക്കാരും ഞങ്ങൾ വീണ്ടും ജനിച്ചവരാണ്, പുതിയ സൃഷ്ടിയാണെന്നൊക്കെ വാഗൊണ്ട് പറയുമെങ്കിലും വാസ്തവത്തിൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ അങ്ങനെ തന്നെ എന്ന് അംഗീകരിക്കാതെയും കാണാം. I will never leave you nor forsake you. Do you believe it? ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കയില്ല. വാസ്തവത്തിൽ ആ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? Ask yourself. No need to raise your hand. Ask yourself. അതിനെ കൈ ഉയർത്തുകയും കൈയടിക്കുകയൊന്നും ചെയ്യണം. നമ്മളോടൊന്ന് ചോദിച്ചേ, കർത്താവ് എന്നെ ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിക്കും എനിക്ക് വിശ്വാസമുണ്ടോ? And I will be with you forever. Do you believe it? ഞാൻ നിങ്ങളോടുകൂടെ എന്നാളും എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ടായിരിക്കും, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? Whether I feel it or not, whether I sense it or not, God cannot change his word. യേശു എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ വാക്കൊരിക്കലും മാറത്തില്ല, കൂടെ തന്നെ ഉണ്ട്. ഞാൻ ആ കർത്താവ് കൂടെ നിൽക്കുന്നതായിട്ട് പ്രത്യേകമായ ഒരു അനുഭവങ്ങളോ കാറ്റോ അത് ശരീരത്തിൽ അനുഭവം ഒന്നും തോന്നിയാലും ഇല്ലേലും വാക്ക് പറഞ്ഞയാൾ മാറാത്തതായതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. Some people say, oh, nowadays we don't feel that presence. It is your matter. God cannot change the word. He said, wherever 2 or 3 are gathered, I will be there. ചില ആൾക്കാർ പറഞ്ഞു ഈ ദിവസങ്ങൾ അങ്ങോട്ട് യോഗത്തിലും ഒക്കെ ദൈവസാന്നിധ്യം ജനിത്തങ്ങോട്ട് ദൈവം സാന്നിധ്യം കിട്ടുന്നില്ല. അത് നിങ്ങളുടെ അനുഭവമായി പറയുന്നത്, പക്ഷെ ദൈവം താൻ പറഞ്ഞു മാറാനൊക്കത്തില്ല, നിങ്ങളുടെ കൂടെ തന്നെ നിന്നേ ഒക്കത്തുള്ളൂ. The Bible says, God said, I cannot or will not alter the word that has proceeded out of my mouth. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ വായിൽ നിന്ന് പറഞ്ഞ ഒറ്റ വാക്കും എനിക്ക് മാറ്റാൻ ഒക്കത്തില്ല, nor break the covenant that I have been made. ഞാൻ നിങ്ങളോട് ചെയ്ത എൻ്റെ ഉടമ്പടി എനിക്ക് ഒരിക്കലും ബ്രേക്ക് ചെയ്യാനൊക്കില്ല. God cannot do it. ദൈവത്തിനത് ചെയ്യാൻ സാധ്യമല്ല. Do you know why God cannot change his word? എന്തുകൊണ്ടാണ് ദൈവത്തിന് തന്റെ വാക്ക് മാറ്റാൻ ഒക്കാത്തതെന്ന് അറിയാമോ? Read Hebrews chapter 1 and verse 3, you will understand it. എബ്രായ ലേഖനം 1:3 വായിച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് പിടികിട്ടും. The Bible says തിരുവചനം പറയുന്നു, that he holds everything together by his word. അവൻ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനം കൊണ്ടാണ് വഹിച്ചിരിക്കുന്ന, അപ്ഹോൾഡ് ചെയ്തിരിക്കുന്ന, മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. Hebrews chapter 1 and verse 3. എബ്രായർ 1:3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ Sagalathayim, everything that you are seeing, even the sun, the stars, every galaxy, he is holding or it is being held by the word. നാം കാണുന്ന സകലതും അദൃശ്യമായതും, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, കോടാകോടി ഗോളങ്ങൾ, ഇവയെല്ലാം
ദൈവം തന്റെ വാക്കുകൊണ്ടാണ് അതാത് സ്ഥാനത്ത് പിടിച്ചിരിക്കുന്നത്. The animals in the forest, കാട്ടിലെ മൃഗങ്ങൾ, inside them they have time, they have season, everything, all by the word. ഈ ജീവജാലങ്ങൾക്കെല്ലാം അതിന് ചില സമയങ്ങളും സീസണുകളും അവയുടെ അകത്ത് തന്നെ ചില ബോധ്യങ്ങളുണ്ട്. ഈ പ്രകൃതി മുഴുവൻ നിൽക്കുന്നത് ഇതെല്ലാം അതാത് സമയത്ത് അതാതുപോലെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ തന്റെ വാക്കുകൊണ്ടാണ്. Some are allowed in the daytime, some are allowed in the night. ചിലർക്ക് രാത്രിയിൽ സഞ്ചരിക്കാനാണ് അനുവാദം, ചിലവർ രാത്രിയിൽ വിശ്രമിക്കും, പകലാണ് സഞ്ചരിക്കുന്നത്. All by his word. ഇതെല്ലാം തന്റെ വാക്കിനാലാണ് ഇതെല്ലാം ഇങ്ങനെ ക്രമമായി നടത്തുന്നത്, താങ്ങിയിരിക്കുന്നത്. Now if God changes his word, everything, it is like pulling the string and one man is holding, one string gone, everything will collapse. ഒരു മനുഷ്യൻ തന്റെ കയ്യിൽ ചരടിലെല്ലാം കൊട്ടി നിർത്തിയിരിക്കുന്നു, അയാൾ അത് പൊട്ടിച്ചിട്ട് പോയാൽ എല്ലാം നാഴെ പതിക്കുന്നത് പോലെ ദൈവത്തിന്റെ വാക്ക് താൻ മാറ്റിയാൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ താഴെ പോകും. So if Jesus said, I will be with you, meaning whether you are good or bad, he will be with you. ഞാൻ എന്നാളും നിന്റെ കൂടെ ഇരിക്കുമെന്ന് യേശു പറഞ്ഞാൽ അത് നിങ്ങൾ നല്ലതായാലും കൊള്ളാം, ചീത്തയായാലും കൊള്ളാം, നിങ്ങൾ ആരായാലും കൊള്ളാം, തന്റെ വാക്ക് താൻ മാറത്തില്ല. It is up to us. When we understand his love, we lead a holy life. It is upon us, but he won't change his word. നമ്മളുടെ ഭാഗമാണ് ഈ സ്നേഹം അറിയുമ്പോൾ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കും, പക്ഷെ കർത്താവിന് തന്റെ വാക്ക് മാറ്റാനൊക്കെ. And thus is every word which says you are a more than conqueror in his love, you are an overcomer, you are everywhere, every place, you are triumphant. That word is also true. നിങ്ങൾ ജയാളിയേക്കാൾ ജയാളിയാണ്, നിങ്ങൾ സകലത്തെയും മറികടക്കുന്നവനാണ്, എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ജയ ഉത്സവമുണ്ട്. ഇതെല്ലാം പറഞ്ഞു വെച്ച വാക്ക ഇനി മാറ്റാനൊക്കില്ല. It is not emotion, it is a reality. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഒന്ന് വികാരം ഇളകുന്ന ഒന്നല്ല, അതൊരു വാസ്തവമാണ്. You will increase and never decrease. നിങ്ങൾ ഉയർച്ച തന്നെ, വിശാലത തന്നെ, വർധനവ് തന്നെ പ്രാപിക്കും, ഒരിക്കലും ഇടുക്കത്തിലേക്ക് പോകയില്ല. അവൻ പറഞ്ഞു വിട്ട വാക്കാണ്. Prosper as your soul or mind prosper and be of good health. It is his promise word. നിങ്ങളുടെ ദേഹി ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സമൃദ്ധനായും ആരോഗ്യവാനായിരിക്കും. പറഞ്ഞു വിട്ട വാക്കാ മാറാനൊക്കെ. With long life I will satisfy you. Word. ഞാൻ ദീർഘായുസ്സ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. അവന്റെ വാക്ക മാറ്റാനൊക്കെ. It is up to me how I take it. എന്റെ ഭാഗമാണ് ഈ പറഞ്ഞു വിട്ട വാക്ക് ഞാൻ എങ്ങനെ എടുക്കണമെന്നുള്ളത്. If I take it as a story, it will remain a story for you. അത് എന്നെ സംബന്ധിച്ച് ഒരു നിർമ്മിത കഥയായിട്ട് തോന്നുമെങ്കിൽ അത് കഥ മാത്രമായി. Oh, Peter said, we are not talking fables. It is real. We saw his glory. We touched the majesty. It is a reality, not a story. പത്രോസ് പറയാണ്, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്. ഞങ്ങൾ അവന്റെ മഹിമ, അവന്റെ രൂപാന്തര മഹിമ ഞങ്ങളുടെ കണ്ണാലെ ആ മറുരൂപ മലയിൽ കണ്ടിട്ടാ എഴുതിയിരിക്കുന്നത്. I don't know how it is for you, but for us Jesus is as real as we are standing over here. Through our experiences we have known him, touched him. He is real and he will never leave us nor forsake us. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുടെയും കാര്യം ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം അറിയാം. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട, ഞങ്ങളുടെ കൈ തൊട്ട, ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ഒരു യേശു കഥയല്ല, വാസ്തവമായി ജീവിക്കുന്നവന് തന്റെ വാക്കോട്ട മാറത്തുമില്ല. And so the main matter is ആകയാൽ സുപ്രധാന കാര്യം is that once you are born again, you are a new creation, your attitude also should change. നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്താഗതിയും കൂടെ മാറണം. When your mind is changed, നമ്മുടെ മനസ്സ് മാറിക്കഴിയുമ്പോൾ and you walk as a new creation, അങ്ങനെ talk as a new creation, see things as a new creation, you will be amazed that how God is going to promote you. ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ മനസ്സോടുകൂടെ ഏത് കാര്യത്തെയും ആ ഒരു പുതിയ സൃഷ്ടി കാണുന്ന പോലെ കണ്ട്
മറ്റാരും കാണുന്നില്ല, പുതിയ രീതിയിൽ അതിനെ കാണുകയും സമീപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതം ആകെ മാറ്റപ്പെടും. And that is why the Bible says in the book of Ephesians chapter 4, അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ and verse 23, be renewed in the spirit of your mind. എഫേസ്യ ലേഖനം 4:21 നിങ്ങളുടെ മനസ്സ് 23. The spirit of your mind. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൽ, മലയാളത്തിൽ ആത്മാവ് സംബന്ധമായിട്ടേ ഒന്നുള്ളൂ. അവിടെ നിങ്ങൾ ആത്മാവിന്റെ മനസ്സ് പുതുക്കാൻ ശരിക്കും The spirit is your attitude. ഇവിടെ സ്പിരിറ്റ് എന്ന് പറയുന്ന, ആത്മാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനോഭാവത്തെ കൂടെ കുറിക്കുന്ന. If you, that is why in Romans 12:2 the Bible says, do not be conformed to the world, but be renewed by the transformation of your mind. ഈ ലോകത്തിന് അനുരൂപമാകാതെ, റോമർ 12 പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. That you may prove what is good, acceptable and good to the world. നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്നതാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് പുതുക്കാൻ അവിടെ. People are watching you and me. നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. When you increase, they know something is happening in your life. നിങ്ങൾ ഉയർച്ചയും വിശാലതയും പ്രാപിക്കുമ്പോൾ അവർ ഇവരിൽ എന്തോ ഒരു മാറ്റമുണ്ട്. When you walk in a different manner, when you see situations in a different manner, they will ask you, something is different in you. You are of a different spirit. നിങ്ങൾ ഏത് കാര്യത്തിലും ഉന്നതമായ രീതിയിലാണ് നിങ്ങൾ നടക്കുന്നത്. ഏതൊരു പ്രശ്നമോ പ്രതിസന്ധിയോ കണ്ടാൽ അവർ കാണുന്ന പോലെയല്ല അതിനെ കാണുന്നത്. അപ്പോൾ അവർ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ മാറ്റമുണ്ട്. And that is where you can testify that I am a new creation. The one in me is greater. My mind is set on the things of above and not of beneath. അവിടെ നമ്മൾ അവരോട് പറയും, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ മനസ്സ് പുതുക്കപ്പെട്ടതാണ്. നിങ്ങളൊന്നിനെ കാണുന്ന പോലല്ല ഞാൻ കാണുന്നത്. എൻ്റെ അകത്ത് ഉള്ള മനസ്സ് ക്രിസ്തുവിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. Hallelujah. And that is where the difference comes between religion and family. അവിടെയാണ് മതവും ദൈവത്തിന്റെ കുടുംബവുമായിട്ടുള്ള മാറ്റം. We are not in a religion. നമ്മളൊരു മതത്തിലല്ല, we are in a family. നമ്മളൊരു ദൈവ കുടുംബത്തിലാണ്. And I am a child of God. ഞാൻ ആ ദൈവ കുടുംബത്തിലെ ദൈവപിതാവിന്റെ മകനും അവകാശിയുമാണ്. How many of you believe you are a child of God? നിങ്ങൾ എത്ര പേര് വാസ്തവത്തിൽ വിശ്വസിക്കുന്നതാണ് ഈ ദൈവത്തിന്റെ മകനാ ഞാൻ? You are an heir of God. ആ ദൈവത്തിന്റെ അവകാശി, ആ ദൈവത്തിന്റെ അവകാശിയാ ഞാൻ. Whatever God has is mine. ദൈവത്തിന് എന്തൊക്കെ ഉണ്ടോ അവകാശിയായി എനിക്കുള്ളത്. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? ദൈവത്തിന് എന്തൊക്കെയുണ്ടോ, ദൈവത്തിന് ക്ഷാമമുണ്ടോ, കഷ്ടതയുണ്ടോ, നിങ്ങൾക്ക് അത് അവകാശപ്പെടാൻ പറ്റുമോ? ഇനി വേണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. If God wanted to create and show you a star, he can create one star. ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിവുണ്ട്, ഒരു നക്ഷത്രത്തെ സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് കാണിക്കാനായിരുന്നു ഒരു നക്ഷത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. He just made galaxies. നമ്മുടെ കർത്താവ് എന്താ സൃഷ്ടിച്ചെന്നറിയാം? നക്ഷത്ര സമൂഹങ്ങൾ, ഗാലക്സികളാ സൃഷ്ടിച്ചത്. His mind is like that. ആ ടൈപ്പാണ് കർത്താവിന്റെ മനസ്സും ചിന്തയും. Tell yourself, I have the mind of Christ. അവരവരോട് എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സാ ഉള്ളതെന്ന് പറ. You already have it. ആ മനസ്സ് വീണ്ടും ജനിച്ച ആളുടെ അകത്ത് ഇപ്പൊ തന്നെ ഉണ്ട്. The day you were baptized into Christ, you have the mind of Christ. ക്രിസ്തുവിലേക്ക് സ്നാനപ്പെട്ട് ചേർന്ന അന്ന് തന്നെ ആ മനസ്സകത്ത് വന്നിട്ടുണ്ട്. You have it. അത് അകത്തുണ്ട്. It is to renew it every day by speaking the word, by the conduct of your life, to show that I have it and the world is watching you and me. ഈ ക്രിസ്തുവിന്റെ മനസ്സ് ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്.
പക്ഷെ എൻ്റെ പഴയ മനസ്സിനെ ഞാൻ മാറ്റി ആ ക്രിസ്തുവിൽ ഞാൻ ചിന്തിക്കണം. വചനം ഞാൻ വീണ്ടും വീണ്ടും പറയണം. വചനത്തിലുള്ള ഞാൻ പറയും. ആ രീതിയിൽ എൻ്റെ നടപ്പ് തുടങ്ങണം. A new creation is not here to talk about difficulty, challenges, problems. A new creation is here to give solution to the world, solution in Christ Jesus. പുതിയ സൃഷ്ടി പ്രശ്നം വരുന്നു, അതാണ് ഇതാണ്, ആ വെല്ലുവിളിയാണ്, ആകെ വിഷയമാണെന്ന് പറയുന്ന അല്ല പുതിയ സൃഷ്ടിയുടെ ജോലി. അത് ലോകക്കാരാ പറയുന്നത്. ഇത് പറയുന്ന ലോകക്കാരോട് മറുപടിയും പരിഹാരവും വഴിയും ഉയർച്ചയും പറയാനാണ് ഉയരത്തിൽ നമ്മളെ ജനിപ്പിച്ചു ഇവിടെ വിട്ടത്. Oh, every financial, everything is collapsing. New strain of COVID is coming. Everything is on fire. Let the world say that. But you will say, even the worst situation, in Christ I am in a rock. I will not be shaken. There is health in me. In Jesus' name, I will increase. Why? Because my God shall supply all my need. ലോകത്തിന്റെ ആ സാമ്പത്തിക ഗതികൾ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, കോവിഡിന്റെ പുതിയ മ്യൂട്ടേഷൻ, പുതിയ ഫോമുകൾ വരാൻ പോകുകയാണ്. ആകെ വിഷയമാണ്. ഇനി മുമ്പോട്ട് കുഴച്ചിലായിരിക്കും. ഇത് ലോകം പറയുമ്പോൾ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഒരു മാറ്റവും വരാത്ത വചനപ്രകാരം മാത്രം ഇവിടെ അനുഗ്രഹം മാത്രമേ വരത്തുള്ളൂ എന്ന് പറയാനാണ് നിന്നെ ആക്കി വെച്ചത്. God is a God who rewards those who are diligent, those who are thirsty, those who are full of faith. It pleases him. ഒരു വ്യക്തി ദാഹമുള്ളവനായി, ഉത്സാഹമുള്ളവനായി, ഒരാൾ കുതിക്കുന്ന വചനത്തിൽ സ്റ്റെപ്പ് വെക്കുന്ന ആ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാ ദൈവം ഇഷ്ടപ്പെടും. You do not have the spirit of the world. You have the spirit of God, the spirit of faith, the Holy Spirit. Not to speak what you see, you speak what you believe. ഈ ലോകക്കാർ അവര് കാണുന്നതൊക്കെ വിളിച്ചു പറയും. അങ്ങനെ കാണുന്നത് വിളിച്ചു പറയുന്ന ലോകക്കാരുടെ ആത്മാവിനെ അഥവാ അവരുടെ ചിന്താഗതിയല്ല, കാണാത്തത് വിളിച്ചു പറയുന്ന, ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ദൈവത്തിന്റെ ചിന്താഗതി, ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ആത്മാവാണ് നിന്റെ അകത്ത്. ആ മനസ്സിനെ പുതുക്കിയാട്ടെ. Oh, bigger sickness is coming, bigger COVID is coming, bigger financial problem is coming. Let it come. My Jesus had paid the price. There is stripes, I will be healed, I will increase. Let the world go down, but for me, as long as I am on this earth, I will be a more than conqueror in his love. There is a special protection, provision for me on this earth. ഇനിയും പ്രശ്നങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അയ്യോ, ആ രോഗം ഇനി വർദ്ധിക്കാൻ പോകുകയാണ്, ഇതാകെ സാംക്രമികമാകാൻ പോകുകയാണ് എന്ന് ലോകം പറയുമ്പോൾ ഇവിടെ എന്തും വരട്ടെ, എന്റെ യേശുവിന്റെ ക്രൂശിലൂടെ ആ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഏത് തിന്മയും നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു പുതിയ ശക്തിയുടെ കീഴിലാണ് എന്ന് പറയാനാണ് പുതിയ സൃഷ്ടിയെ ലോകം എന്തു പറഞ്ഞോട്ടെ, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്കും എനിക്കും പറയാം, നിങ്ങൾ കാണാത്ത ഒരു വഴി എനിക്ക് വേണ്ടി ദേഹം എന്ന തിരശ്ശീല കീറി എനിക്ക് വേണ്ടി മാത്രം ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ God has consecrated a way for me. I don't know about others, but I will increase, I will be rich, I will be famous, I will be healthy. That is the gift that God has given me. ലോകം എന്തും പറഞ്ഞോട്ടെ, എനിക്കൊന്നറിയാം, എനിക്ക് വേണ്ടി മറ്റൊരു വഴി, തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഉയർച്ചയുടെ ഒരു വഴി, നന്മയുടെ വഴി. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ പ്രസിദ്ധനാകും, ഞാൻ വിശാലനാകും, ഞാൻ സമർത്ഥനാകും, ഞാൻ ഉയർത്തപ്പെടും. നിന്റെ പേര് ഞാൻ വലുതാക്കും എന്ന് പറഞ്ഞാൽ എന്താ? നീ എല്ലായിടത്തും അറിയപ്പെടും. You will be famous, you will be powerful, you will be a conqueror, you will have a different spirit of your mind. ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞാൽ നീ പ്രസിദ്ധനാകും, നിന്റെ പേര് അറിയപ്പെടും എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സ് ലോകത്തെ പോലല്ല, താഴ്ന്ന് ചിന്തിക്കുന്നതല്ല, പരാജയം ചിന്തിക്കുന്നതല്ല, ഉയരെ ചിന്തിക്കുന്ന ഒരു സ്പിരിറ്റ്, ദൈവത്തിന്റെ സ്പിരിറ്റ്. I don't know and I don't believe anything else
else, but I know that I am very, very special. I am VVIP for heaven, and every VVIP has a special highway, a highway built by God through giving His Son Jesus. കർത്താവായ യേശുക്രിസ്തു സ്വന്തം പുത്രന്റെ രക്തത്തിലൂടെ സ്വർഗത്തിലെ പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട VVIP, വെരി ഇമ്പോർട്ടന്റ് വ്യക്തിയെ ഞാൻ. ഓരോ VIPക്കും പ്രത്യേക വഴിയാണെങ്കിൽ എനിക്കും പ്രത്യേക വഴി തന്നെ. Such a strong anointing in this place. ഓ, എത്ര ശക്തമായ ഒരു അഭിഷേകമാണ് ഈ സ്ഥലത്ത്. Close your eyes, open your mouth and start speaking in the Holy Spirit. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് അന്യഭാഷയിൽ ആത്മാവിൽ കർത്താവിനോട് സംസാരിച്ചു തുടങ്ങിയാട്ടെ. Oh, this word should bring consciences in your mind. Like the prodigal son, ആ മുടിയനായ പുത്രന് സുബോധം വീണതുപോലെ ഇന്ന് പകലത്തെ വചനം നിനക്ക് സുബോധം വരുത്തരെ. നീ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ അവകാശിയാ, ദൈവത്തിന്റെ സകലതും നിന്റെ അകത്തുണ്ട്. നിന്നിൽ ഇരിക്കുന്നവൻ ലോകത്തിനേക്കാൾ വലുതാകിയാൽ വലിയ പദ്ധതി, വലിയ ചിന്താഗതി. That is the spirit of Christ. That is the spirit of your mind. അതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. ആ ചിന്താഗതിയുടെ പേരാണ് ദൈവത്തിന്റെ ആത്മാവ്. അതാണ് ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവ്. ഈ ലോകം പറയുന്നതിന് എതിരെ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. എന്റെ ഉള്ളിൽ അവനുണ്ട്, എന്റെ ഉള്ളിൽ ഉയരത്തിൽ നിന്നുള്ളവനുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. 5 അപ്പേ ഉള്ളൂ, 5000 പേരെ പോഷിപ്പിക്കും. ഞങ്ങൾ എന്നെ ചെയ്യും? ഒരു വർഷത്തെ ശമ്പളം പോരാതെ വരും. അവരെ ഇരുത്ത്, വേണ്ടുവോളം കൊടുക്ക്. അതാ ക്രിസ്തുവിന്റെ മനസ്സ്. ലോകത്തോട് അനുരൂപരാകാതെ ഏത് വിഷയം കണ്ടാലും അതിന്റെ അസാധ്യത പറയാനല്ല. അസാധ്യത പറയാൻ ലോകമുണ്ട്, സാധ്യത പറയുന്നത് പുതിയ സൃഷ്ടി. അതിനാ അഭിഷേകം, അതിനാ പരിശുദ്ധാത്മാവ്. We have limited the Holy Spirit. നമ്മുടെ പരിശുദ്ധാത്മാവിനെ പലപ്പോഴും ഇടുക്കി കളഞ്ഞു. We have limited the Holy Spirit in speaking of tongues and just dancing. But the Holy Spirit is God. He gives you the mind of God. He is the spirit of faith. He helps you to be like God. പരിശുദ്ധാത്മാവിനെ ഒരു അന്യഭാഷയിലും ഒരു നൃത്തത്തിലും പാട്ടിലും നമ്മൾ ഇടുക്കി ഒതുക്കി കളഞ്ഞല്ല. ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിപ്പാൻ, അത്രയും വിശാലമായി ചിന്തിക്കാൻ ദൈവത്തിന്റെ മനസ്സ് നിന്റെ അകത്ത് തരുന്നതാ പരിശുദ്ധാത്മാവ്. Israel limited the Holy One even after they saw the miracle, sign and wonder. അവരൊരു മരുഭൂമിയിൽ മുഴുവൻ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ ദൈവത്തിന്റെ പരിശുദ്ധനായ ഇസ്രായേലിന്റെ പരിശുദ്ധനെ പരിമിതപ്പെടുത്തി കളഞ്ഞു. We are today limiting the Holy Spirit in us. ഇന്ന് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ Holy കുഞ്ഞു Spirit is കാര്യങ്ങളിൽ God. അവൻ ദൈവമാ പരിശുദ്ധാത്മാവ്. He is given so that you can walk like God, talk like God, see like God, subdue like God. You are not here to say about darkness. You are here to say, let there be light. ഈ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നത് ഇവിടെ വാഴാൻ, സകലത്തെ കീഴ്പ്പെടുത്തുവാൻ, ഉയർച്ചയിൽ നടക്കുവാൻ അവൻ ദൈവമാ. ഇരുട്ടാണ് എന്ന് പറയാനല്ല നിന്നെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ഇരുട്ട് കാണുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയാനാ നിന്നെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. Lift your hands and just worship in the Spirit. Just worship in the Spirit. Someday, Raga Nyanthura, there is no limitation. 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 ഒരു പരിമിതിയുമില്ല. സ്വർഗീയ വിരുന്നിൽ ഉള്ളവർക്ക് ഒരു പരിമിതിയില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം അതാ. പുതിയ സൃഷ്ടി ആരാ, എങ്ങനെയാന്ന് ഞാൻ പറയാം. When the Jews did not allow Paul to preach in the synagogue, സിനഗോഗിൽ തുടർന്ന് പ്രസംഗിപ്പാൻ അന്നത്തെ യഹൂദന്മാർ പൗലൂസിനെ അനുവദിച്ചില്ല. ഉടനെ then Paul did not weep and cry, oh Friday, every Friday I could go and preach. Now they have closed the door. ഓ, പൗലൂസ് ഉടനെ അപ്പുറം മാറിയിരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞില്ല. അയ്യോ, ഓരോ ശബത്തിലും എനിക്ക് പോയി പ്രസംഗിക്കാമായിരുന്നു, അവര് വാതിൽ അടച്ചല്ലോ.
Paul did not see the closed door. അവിടെ അടഞ്ഞു കിടക്കുന്ന പ്രസംഗത്തിനായി അടഞ്ഞു കിടക്കുന്ന യഹൂദന്മാരുടെ സിനഗോഗിന്റെ അടഞ്ഞ വാതിലല്ല പൗലൂസ് കണ്ടത്. He looked around. ചുറ്റും നോക്കി. And he took a school for rent and started to preach every day. അതിനപ്പുറത്തുള്ള തുറന്നോസിന്റെ ഒരു പാഠശാല വാടകയ്ക്കെടുത്ത് മറ്റേടത്ത് ശനിയാഴ്ച മാത്രം പ്രസംഗം, ഇപ്പൊ ഡെയിലി പ്രസംഗം തുടങ്ങി. മാസത്തിൽ 12 ദിവസം പ്രസംഗിക്കുന്ന വാതിൽ അടഞ്ഞപ്പം 30 ദിവസം, അതാ മാസത്തിൽ 4 പ്രാവശ്യം പ്രസംഗിക്കുന്ന വാതിൽ അടച്ചപ്പം ഇപ്പുറത്ത് 30 ദിവസവും 365 ദിവസവും പ്രസംഗിക്കാനുള്ള വാതില പുതിയ സൃഷ്ടി കാണുന്നത്. It is the spirit of the mind that has to be renewed. നമ്മളൊരു കാര്യം കാണുന്ന മനസ്സുണ്ടല്ലോ, അതാ പുതുക്കേണ്ടത്. ആണ്ടെ പാമ്പ് കടിച്ച് ഉപവസിക്കണേ, I am on a mission, I will reach there. പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പാമ്പിനുമായിട്ട് എനിക്ക് പാമ്പിനെ നോക്കി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് നടക്കല്ല, എനിക്ക് വേറെ പണിയുണ്ട്. പാമ്പ്, there's a storm, that everything is going. You know the word of Paul said, I believe in God. താൻ ഈ പ്രതിസന്ധിയിൽ കപ്പലപകടത്തിൽ ഇതെല്ലാം വരുമ്പം എന്റെ ഉടയവനെ ഞാൻ വിശ്വസിക്കുന്നു. That is a new creation. അതാണ് പുതിയ സൃഷ്ടി. His source is well defined. My God shall supply all my need according to his riches in glory which is in me. ഒരു പുതിയ സൃഷ്ടിയെ സംബന്ധിച്ച് തന്റെ ഉറവിടം വളരെ വ്യക്തമാണ്. ഈ ഭൂമിയിലെങ്ങുമല്ല. എന്റെ ദൈവമോ തന്റെ ധനത്തിനൊത്തവണ്ണം എന്റെ സകല ആവശ്യങ്ങളും പൂർണ്ണമായി നടത്തി തരും. In the Old Testament, before the resurrection of Christ, കർത്താവിന്റെ ഉയർപ്പിന് മുമ്പ് പഴയ നിയമത്തിൽ, in the book of Numbers, in the book of Daniel, you will find a word, excellent spirit. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് വ്യത്യസ്ത ആത്മാവ്, excellent spirit. ദാനിയേലോ അവനൊരു വ്യത്യസ്ത ആത്മാവുള്ളവനായിരുന്നു. I am not going to read that. വായിക്കാൻ പോകുന്നില്ല. Those with a different spirit, Joshua, Caleb, they were the ones who entered the promise. The rest never entered the promise. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും കാലേബോ അവൻ മറ്റൊരാത്മാവുള്ളവനായിരുന്നു, വ്യത്യസ്തയുള്ളവൻ. ആ ആത്മാവിൽ വ്യത്യസ്തതയുള്ളവർ മാത്രമേ കനാൻ ദേശത്തിൽ കയറിയുള്ളൂ. They entered the promise because they saw things in a different manner. Numbers 13 and 14 you can read when you reach home. നിങ്ങൾ സംഖ്യ 13-14 ഒക്കെ വായിച്ചാൽ ഒത്തിരി പേര് കനാന്റെ അവിടം വരെ പോയി. പക്ഷെ ഇവര് കാര്യങ്ങളെ പ്രതിസന്ധിയല്ല കണ്ടത്, അതിനപ്പുറത്ത് കാണുന്ന ഒരു സ്പിരിറ്റ്, ചിന്താഗതി ഉണ്ടായിരുന്നു. അവർ മാത്രമേ. They did not look at their age. They are 80. They don't look at their age. കാലേബിന് 80 വയസ്സായി, തന്നെ വയസ്സിലേക്ക് നോക്കിയില്ല. They did not limit God. അവർ ദൈവത്തെ ലിമിറ്റ് ചെയ്തില്ല. എനിക്ക് വയസ്സായല്ലോ, ദൈവത്തിന് ഇനിയും പറ്റുകളും ദൈവത്തെ If ചെറുതാക്കി. God has said, I will give you the land of milk and honey, no issue. Whoever is there, whatever is there, I will step in and enjoy it because God has spoken it. പാലും തേനും ഒഴുകുന്ന ദേശമായ കനാൻ തരാമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ആ ദൈവത്തിന് എന്റെ പ്രായം പരിമിതിയല്ല, അവിടെയുള്ള ശത്രു പരിമിതിയല്ല, അവിടെയുള്ള മരുഭൂമി പരിമിതി. പറഞ്ഞവൻ അത് നിവർത്തിച്ചു വരിക്കും. Whatever is there, I don't care, was the attitude of Joshua and Caleb. And if you read history, only they entered the promised land. യോശുവയും കാലേബിനെ നോക്കി അവിടെ കനാൻ ദേശം ഒറ്റ നോക്കാൻ പോയ മറ്റുള്ളവർ അവിടെ മല്ലനുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് കണ്ടു. ഈ അവരവര് തന്നെ ചെറുതാണെന്ന് കണ്ടു. പക്ഷെ ഈ രണ്ടുപേരുടെ സ്പിരിറ്റ്, ചിന്താഗതി വ്യത്യസ്തമായിരുന്നു. അവിടെ എന്തോ വലിയവൻ ഉണ്ടായിരുന്നാലുണ്ട്, എന്റെ ദൈവം അതിലും വലിയവനാന്ന് പറഞ്ഞു. They did not forget the way that God brought them till there. അവിടെ കനാന്റെ പടിവാതിൽ വരെ കഴിഞ്ഞ 40 വർഷം കൊണ്ട് കൊണ്ടുവന്ന അത്ഭുത വഴി ഈ രണ്ടുപേര് മറന്നില്ല. Rest everyone forgot, and that is why they limited God. They did not forget. They knew He who delivered them out of Egypt, who gave them manna, who separated the Red Sea, can give He this land also. ബാക്കി 10,000 പേരും അവരും അത്ഭുതങ്ങൾ കണ്ടതാ, അവരും ഇത് അനുഭവിച്ചതാ. പക്ഷെ അവര് മറന്നുപോയി. എന്നാൽ ഈ രണ്ടുപേർ പറഞ്ഞു, ഇനി എന്ത് സാഹചര്യമായിക്കോട്ടെ, ഞങ്ങനെ ഇത്രത്തോളം നടത്തിയവൻ ഇനിയും നടത്തുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന മനസ്സ് അവർ പുതുക്കി. You are
a new creation. You have a different mind. The spirit of the mind should change. He who delivered you from the power of darkness has seated you in heavenly places. You are here as a proof of a more than conqueror, seated in heaven, reigning in life. You are designed to reign in life. വ്യത്യസ്ത ആത്മാവുള്ള രണ്ടുപേർ, വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ട ചിന്തിച്ച രണ്ടുപേർ മാത്രം ആ വാഗ്ദത്തത്തിൽ കടന്നെങ്കിൽ പുതിയ സൃഷ്ടിയായ ദൈവവേദന ലോകക്കാരന്റെ മനസ്സല്ല, വ്യത്യസ്തമായ കാര്യങ്ങളെ കാണുന്ന ദൈവം പറഞ്ഞാൽ ആ വാഗ്ദത്തത്തിൽ ഞാൻ കാൽ കുത്തും എന്ന് ഉറപ്പുള്ള ഒരു ചിന്താഗതി മനസ്സ് പുതുക്കുക. The Bible says about Daniel, a man of an excellent spirit, and that is why God promoted him to heights. ഇനി ദാനിയേലിന്റെ കാര്യം എടുത്താൽ വെറും പ്രവാസിയായി, അതെ, ഒരു അഭയാർത്ഥിയായി ആ കൽദയ നാട്ടിൽ ചെന്നവൻ, പക്ഷെ അവൻ വ്യത്യസ്ത ആത്മാവുള്ളവനും ചിന്താഗതി ഉള്ളവനായിരുന്നുകൊണ്ട് അവൻ രാജാവിന്റെ രണ്ടാമനായി ഉയരത്തിലേക്ക് ഉയർന്നു. When you are a person of a different spirit, every eye will be upon you. നിനക്ക് വ്യത്യസ്തമായ ചിന്താഗതി, നീ കാര്യങ്ങൾ പറയുന്നത് ഉന്നതമാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. Your promotion is on the way. Your increase is on the way. The only thing you should have is to renew the spirit of your mind, the way you see everything. നിന്റെ ഉയർച്ചയും നിന്റെ വർധനവും നിന്റെ വിശാലതയും ഉന്നതമായി ചിന്തിക്കുന്ന നിന്റെ വഴിയിൽ തന്നെയുണ്ട്. നിന്റെ മനസ്സ് പുതുക്കി ചിന്തിക്കുക മാത്രമാ വേണ്ടത്. Ephesians 4, the Bible says, renew the spirit, the attitude of your mind. Why? Because you are created, not going to be created. You are created in holiness and righteousness like God himself. എഫേസ്യർ 4:23 പറയുന്നത് ജീവനിലും നീതിയിലും വിശുദ്ധിയിലും നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ആത്മാവിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ മൈൻഡ് ഷുഡ് ചേഞ്ച്. വൈ? വേഴ്സ് 24. പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. പെറുക്കി വായിച്ചേ. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി. എങ്ങനെ? ആർക്ക് അനുരൂപമായി? ദൈവത്തെ പോലെ. മനുഷ്യരാണോ അകത്തിരിക്കുന്നത്? ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? എഫീഷ്യറിലെ വിശ്വാസിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കോട്ടയംകാര്, നമ്മൾ കൊത്തായത്തുകാര്, അത് അവരെ കുറിച്ചല്ലേ പറയുന്നേ, നമ്മളെ കുറിച്ചല്ലല്ലോ. അവർക്ക് ലഭിക്കും അത്ഭുതം, നമുക്ക് ലഭിക്കത്തില്ലല്ലോ. ആ മനോഭാവം മാറ്റിയിട്ട് എൻ്റെ അകത്തിരിക്കുന്നത് ദൈവമാണെന്ന് ബോധ്യമുള്ളവർ മനസ്സൂടെ ഒന്ന് മാറിയാൽ വാഴ്ചയുടെയും അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും ജീവിതമായി യേശു തന്നിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. The spirit of your mind, the attitude of your mind, when it changes, promotion, increase, everything, health is on the way. മനസ്സ് ചിന്തിക്കുന്ന രീതി, അതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് യുവർ മൈൻഡ്, ചിന്താഗതിയിലെ സ്പിരിറ്റ്. ആ ചിന്തിക്കുന്ന രീതി നീ മാറ്റിയാൽ ആരോഗ്യം, ബലം, ഉയർച്ച, വിശാലത എല്ലാം നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതു മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അകത്ത് അത് കയറ്റണം. In your mind, the attitude should be different. That is why Paul says, know how to conduct yourself in the church, which is the foundation and pillar of truth. ധരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനകത്തെ ധാരണ, നിന്റെ അകത്ത് വന്നിരിക്കുന്ന ദൈവം തന്നെ, ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാ. എൻ്റെ അകത്തിരിക്കുന്ന ആ മനസ്സ്, ആ ചിന്തയിൽ നടക്കുമ്പോൾ പൗലൂസ് പറയാണ്, നീ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാന്ന്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായ സഭയിൽ നീ നടക്കേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത് ആ ഉന്നത നിലവാരത്തിലാണെന്നാണ് പറയുന്നത്. തല ഉയർത്തി നടക്കണമെന്ന്.
ഒന്ന് നമ്മളോട് തന്നെ അങ്ങ് പറഞ്ഞ തല ഉയർത്തി. തല ഉയർത്തി. എങ്ങനെയാ നടക്കണ്ടേ? ഓ, എനിക്ക് ആരുമില്ല, ഞാനും ഈ മിക്കവാറും പോക്ക, അത് പറയാൻ നാട്ടുകാരുണ്ട്. പക്ഷെ മുങ്ങുന്ന കപ്പലിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു നാശവും വരുത്തില്ല എന്ന് ഉറപ്പിക്കാനാണ് നിങ്ങളെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. That is why the Bible says, do not be conformed to the world, but അതുകൊണ്ടാണ് വചനം പറയുന്നത് ലോകത്തോട് അനുരൂപപ്പെടരുത്, but be transformed in the mind which is transfigured. The spirit of your mind should change if you want to enter into the rest and promise of God. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിന് ചിന്തിക്കുന്ന രീതിയിൽ ഒരു രൂപാന്തരം, ഒരു മറുരൂപപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാവുക. അങ്ങനെയാണ് നിനക്ക് റെസ്റ്റിൽ, സ്വസ്ഥതയിൽ ജീവിക്കാൻ പറ്റും. Go to Ephesians chapter 6. എഫേസ്യ ലേഖനം 6. Hallelujah. You will find what is the new spirit. എന്താണ് അവിടെ പുതുക്കപ്പെട്ട ആത്മാവ് എന്ന് കാണാൻ പറ്റും. From verse 1 onwards, children obey your parents. എഫേസ്യ ലേഖനം 6:1 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. That is the new spirit. That is the new spirit. അതൊരു പുതുക്കപ്പെട്ട, മനസ്സ് പുതുക്കപ്പെട്ട ചിന്താഗതിയാണത്. Now read from verse 5. 5-ാം വാക്യം മുതൽ. ദാസന്മാരെ ജഡപ്രകാരം, if you are working in a place, നിങ്ങളൊരു ദാസനാണ്, ഒരു ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ. here is the new spirit. If you want promotion, if you want increase in life, how many of you want to be blessed, enjoy the blessed? You are already blessed. How many of you want to enjoy the blessing? നമ്മൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ, പക്ഷെ അനുഗ്രഹം ഒന്ന് അനുഭവിക്കണം, എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരിത് ശ്രദ്ധിക്കുക. ദാസന്മാരെ, now I'll tell you, the Holy Spirit helps us to mold your mind according to the word of God. ദൈവവചനപ്രകാരം നമ്മുടെ മനസ്സിനെ ചിന്തിക്കുന്ന രീതിയെ ആ രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മ. The world tries to mold your mind according to their thought. ഈ ലോകത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അവരുടെ രീതി അനുസരിച്ച് ചിന്തിക്കാനാണ് ലോകക്കാർ എപ്പോഴും നമ്മുടെ മനസ്സിനെ മാറ്റാൻ. Can you tell yourself, I am not a mere man, I am a new creation? അവരവർ തന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞ്, ഞാനൊരു ലോകക്കാരനായ കേവല മനുഷ്യനല്ല, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. Say it as if you mean it. അത് വെറുതെ ആവണ്ട് ഇങ്ങനെ പറയല്ല, അത് വിശ്വസിക്കുന്നെങ്കിൽ അത് അർത്ഥമാക്കി പറഞ്ഞ്, ഞാൻ കേവല ലോകക്കാരനല്ല, ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ച പുതിയ സൃഷ്ടിയാണ്. If you watched the inner chamber yesterday, I quoted from Proverbs. The Bible says, if you don't control your mind, the spirit of your mind, it is just like a city without walls, no protection. ഇന്നലത്തെ ഇന്നർ ചേംബറിൽ ഞാൻ പറഞ്ഞായിരുന്നു, തൻ്റെ മനസ്സിനെ പിടിച്ചടക്കാത്തവൻ ഒരു മതിലില്ലാത്ത പട്ടണം പോലെയാണ്. Do not let your mind stray here and there. Wall it. That is why Peter said, gird up the minds, the loins of your mind. നമ്മുടെ മനസ്സ് ചിന്തകൾ കയറൂരി അതിലേതിലേം പോകാൻ വിടരുത്, മറിച്ച് അതിനെ ഒരു കോട്ട കെട്ടിക്കാക്കണം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ അരമുറുക്കുവിൻ. That is why in the book of Hebrews chapter 10, the Bible says, hold on. If you saw the inner chamber yesterday, it's all explained. ഇബ്രായ ലേഖനം 10-ലും നിങ്ങളെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞ മനസ്സിന്റെ കാര്യം ഇന്നലത്തെ ഇന്നർ ചേംബറിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. In the inner chamber from January 1st, it is a series to change your mind so that you can enjoy the promise of this year. ഈ വർഷത്തെ നമ്മളുടെ തന്ന വാഗ്ദത്തമായ വിശാലത എന്ന അതിലേക്ക് വരുവാൻ
ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സാണ് ആദ്യം മാറേണ്ടത്. അതാണ് ജാനുവരി മുതൽ സംസാരിക്കുന്നത്. If it is contrary, anything will happen, I won't even look at it, because I know what God has spoken is going to be accomplished. ദൈവവചന വിരുദ്ധമായിട്ടൊരു കാര്യമാണോ നടക്കുന്നത് കാണുന്നത്, ഞാനത് കേട്ട് പതറത്തില്ല, അങ്ങോട്ട് നോക്കത്തില്ല. കാരണം എൻ്റെ മനസ്സ് ഞാൻ വചനത്തിൽ പുതുക്കി. Bond servants, be obedient to those who are your master according to the flesh, with fear and trembling, in the sincerity of your mind, as if to Christ. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പൻ. Just like Christ obeyed Father, same way, wherever you are working, if your spirit is, your attitude where you are working is good, the master's eye will be upon you. മനസ്സ് പുതുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിനി ഒരു ഓഫീസിലോ ആരുടെയും കീഴിലോ ജോലി ചെയ്യുകയാണെങ്കിൽ, അവിടെ നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തുവിനെ എന്നവണ്ണമായിരിക്കും കാണുന്നത്. Your promotion comes according to your attitude. നിങ്ങളുടെ ഉയർച്ചയും പ്രമോഷനും നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും വരിക. You are encouraging yourself. നിങ്ങൾ നിങ്ങളെ തന്നെ ഉത്സാഹിപ്പിക്കുകയാണ്. It does not matter how your boss is dealing with you. It does not matter how your environment is. You are happy and rejoicing wherever you are. You will catch the attention of the boss. നിങ്ങളുടെ മേലധികാരി ഇങ്ങോട്ട് എങ്ങനെ ഇടപെടുന്നത്, ചുറ്റുപാടുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ സ്വാധീനിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ഉയരത്തിൽ ജനിച്ച പുതിയ സൃഷ്ടിയാകയാൽ നിങ്ങളുടെ നല്ല മനസ്സ് കാരണം നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ വരും. Not with eye service, as men pleasers, but as bond servants of Christ, doing the will of God from the heart. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നല്ല മനസ്സോടെ തന്നെ. Wherever you are, നിങ്ങൾ എവിടെയായി ജോലിയിലോ എവിടെ ആയിക്കോട്ടെ, whether it be a church, അത് സഭയിലായിക്കോട്ടെ, whether it be a store, അത് ഒരു കടയിൽ ജോലി ആയിക്കോട്ടെ, might be college or anywhere, ഒരു കോളേജിൽ പഠിപ്പിക്കാട്ടെ, എവിടെ ആയിക്കോട്ടെ, not as men pleasers. ആൾക്കാർ കാണുമ്പോൾ അല്ലല്ല, ഞാൻ എന്നെ ഏൽപ്പിച്ചത് with a good spirit I will do it. ദൈവം, God's eye will be upon you, the master's eye will be upon you, and you will enjoy the blessing. എവിടെ, ഒരു കടയിലായിക്കൊള്ളട്ടെ, ഒരു ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, ആ മേലധികാരി കാണുമ്പോൾ മാത്രം ചെയ്യുന്ന ദൃഷ്ടി സേവ, അവർ കാണുമ്പോൾ ജോലി കൂടുതൽ കാണിക്കുക, അങ്ങനല്ല. അവർ കണ്ടാലും കണ്ടില്ലെങ്കിലും ദൈവത്തിൽ നിന്ന ഞാൻ, ആ ദൈവമാണ് എൻ്റെ യജമാനൻ എന്ന് കണ്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് നിന്റെ മേൽ കാണും, മേലധികാരിയുടെ കണ്ണ് നിന്റെ മേൽ കാണും. നീ അവിടെ സന്തോഷിക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. People don't want to do that. ആൾക്കാർക്ക് അത് ചെയ്യാൻ ഇഷ്ടമില്ല. They want to be men pleasers. അവർക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കണം. When they see, തങ്കു ബ്രദറിന് മുഴുവൻ പറയത്തോലുമില്ല. മുഖതാവിൽ കാണുമ്പോൾ എന്തൊരു വണക്കം, എന്തൊരു കാര്യങ്ങൾ ചെയ്യുന്നത്. But without, at the back they will do something else. എന്നാൽ പുറകിൽ മാറുന്ന വേണ്ടാത്തത് പറയുകയും ചെയ്യും. And then they ask, why am I not enjoying the promise of God? Because you are a men pleaser, not a God pleaser. അത് മനുഷ്യനെ കാണുമ്പോൾ വലിയ നല്ല വാക്ക് പറയും, പുറകിൽ മാറുന്ന വേറെ പറയും. എന്നിട്ട് ജീവിതത്തിൽ എനിക്ക് എന്താ കാരണം, നീ ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാ, ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല. If you read Ephesians 4:23 onwards, it is telling you how the renewed spirit of your mind is activated so that you can enjoy all the blessing. എഫേസ്യർ 4:23 ആ നിങ്ങളുടെ ആത്മാവിൻ്റെ ചിന്താഗതി പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം 4, 5, 6 അധ്യായം, അത് മുഴുവൻ ഒരു പുതുക്കപ്പെട്ട മനസ്സുള്ള വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ്. Read 5, 6, 7 and 8. അതിന്റെ 5, 6, 7, 8 വാക്യങ്ങളൊന്നും ഒന്നുകൂടെ വായിച്ചേ. Come on, എല്ലാവരും 6. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ എങ്ങനെയാ
നിങ്ങളുടെ ബൈബിളിനകത്തുണ്ടോ എന്ന് നോക്കണേ. ചിലപ്പം അല്ലെങ്കിൽ പിന്നെ പറയുന്നത് തങ്കുബ്രദറിൻ്റെ ബൈബിളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ എം ഗിവിങ് യു എ ടിപ്പ്. ഞാൻ നിങ്ങൾക്കൊരു വലിയ ഒരു ടിപ്പാണ് തരുന്നത്. ഐ എം ഗിവിങ് യു എ ബിഗ് key to unlock the blessing of the kingdom of God. ദൈവരാജ്യത്തിന്റെ അനുഗ്രഹം തുറന്ന് അത് മുഴുവൻ ആസ്വദിക്കാൻ പറ്റിയ ഒരു താക്കോലായി കേൾക്കുന്നു. I am talking to pastors, ministers who are watching me. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പാസ്റ്റേഴ്സ്, ക്രിസ്തീയ ശുശ്രൂഷകരോട് കൂടെ സംസാരിക്കും. Even if there is one member in your church, you should not compromise the sermon. നിന്റെ സഭയ്ക്കകത്ത് ഒരു വ്യക്തിയെ ഉള്ളെങ്കിലും ഒരാളെല്ലോ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രസംഗം ഇടുക്കിക്കളയരുത്. പൂർണ്ണ ആത്മാർത്ഥതയോടെ ദൈവത്തിനെന്നവണ്ണം മനസ്സോടെ. Even if it is one member church, you should be excited on a Sunday to preach as if you are preaching in a crusade. ഒരാൾ മാത്രമേ ഉള്ളെങ്കിലും നിന്നെ ദൈവമാണ് അവിടെ നിർത്തിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നവനോട് ദൈവത്തോടുള്ള ആത്മാർത്ഥതയിൽ നല്ല മനസ്സോടെ ഒരു ക്രൂസേഡിൽ പ്രസംഗിക്കുന്ന തയ്യാറെടുപ്പോടെ അവിടെ നിൽക്കണം. When we were started off in Pension Bhavan, നമ്മൾ പെൻഷൻ ബൽ തുടങ്ങിയപ്പോൾ, today people see Heavenly Feast, big platform, big church, but they did not see when it started. When I was on the road alone giving tracts, the spirit of the mind was pleasing the master. ഇന്ന് ഹെവൻലി വിസ്നെ കാണുമ്പോൾ 10,000 കൂടുന്ന മീറ്റിങ്ങുകളാണ് മനുഷ്യന്റെ. എന്നാൽ പെൻഷൻ ഭവനിൽ തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ വഴിയരികിൽ നിന്ന് ഞാൻ ട്രാക്ട് കൊടുക്കുമ്പോഴും ദൈവത്തിന്റെ വേല ഇന്ന് ഏത് വിശാലതയിൽ ചിന്തി അതിലും അതുപോലെ തന്നെ ആ തയ്യാറെടുപ്പിലാണ് ചെയ്തത്. Standing on the roadside, വല്ലവരും വരുന്നുണ്ടെങ്കിൽ അല്ലല്ല, out of my heart, out of my love, knowing that salvation is so important, my city should transform. It is not for my glory, but I want people to save and enjoy Jesus. അന്ന് വഴിയിൽ നിന്ന് കൊടുക്കുമ്പോൾ ആരെങ്കിലും 10 പേര് കാണാൻ വേണ്ടി ട്രാക്ട് കൊടുത്തല്ല, ഒരിക്കലുമല്ല. ഈ സുവിശേഷത്തിന് മാത്രമേ എൻ്റെ പട്ടണത്തെ വിടുവിക്കാനൊക്കത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടെ എൻ്റെ ഉയർച്ചയ്ക്കോ എൻ്റെ പേരിനോ അല്ല, ജനങ്ങളുടെ വിടുതലിനായി ആത്മാർത്ഥതയോടെ ദൈവത്തോടുള്ള നല്ല മനസ്സിലാക്കി. It is your spirit of your mind that you will enter into the blessing. The promotion God does not come from east or west, does not come from man. Your promotion, your increase comes from God himself. ഈ മനസ്സിനാണ് മാറ്റം വരേണ്ടത്. ഈ നിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഇടത്തു തെക്ക് നിന്നുമല്ല പടിഞ്ഞാറ് നിന്നല്ല ഉയർച്ച വരുന്നത്, നിന്റെ മനസ്സ് കാണുന്ന ദൈവത്തിൽ നിന്ന് ഉയർച്ച വരും. That is why in Colossians the Bible says, do as if you are doing unto the Lord. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, എന്ത് ചെയ്താലും കർത്താവിനെന്നവണ്ണം മനസ്സോടെ ചെയ്യുക. Will you come here? ഇവിടെ വരുമ്പോൾ last week I heard announcement, please everyone bring chair. No need for announcement. If you are in the right spirit after the meeting, you will ask, what more should I do? Should I sweep the floor? Should I keep the chair? No one has to tell you anything. Because you are not a man pleaser. Now you are a man of a different spirit. You are pleasing God. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ആൾക്കാർ നിൽക്കാമോ കസേര പിടിച്ചിടാമോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ഇവിടെ അനൗൺസ്മെന്റിന്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ ദൈവത്തെ പ്രസാദിക്കുന്നെങ്കിൽ, സഭയെ ദൈവികമായിട്ടാണ് കാണുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ തൂക്കണോ? ഞാൻ കസേര ഇടണോ? അത് ഇങ്ങോട്ട് ആ മനസ്സാ മാറേണ്ടത്. I will tell you something. ഞാൻ ചിലത് പറയാം. If you are the heir of God, നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയാണ്, if you are a co-heir of God, കർത്താവിന്റെ കൂട്ടവകാശിയാണ്, there is limitless possibilities of increase in Christ Jesus. ഒരു പരിമിതികളുമില്ലാതെ ക്രിസ്തുവിൽ വിശാലപ്പെടാനുള്ള സാധ്യത. ഒരു വീട് കിട്ടി, ഒരു വണ്ടി കിട്ടി, അതൊന്നും അല്ല വെച്ചിരുന്നേ. ലോക രാജ്യങ്ങൾ, ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയുവാനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. We are limiting God. നമ്മൾ ദൈവത്തെ ഇടുക്കുകയാ. We are comfortable. നമുക്ക് കിട്ടിയ ഏതോ കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ കംഫർട്ടബിൾ ആയി ഇടുങ്ങി. We are not ready to repent. We are not ready to renew, and we expect everything to get from God. മാനസാന്തരപ്പെടാനും മനസ്സില്ല, മനസ്സ് പുതുക്കി ആ ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ ചിന്തിക്കാനും മനസ്സില്ല. പക്ഷേ എല്ലാം വേണം. Oh, that angel is not helping me. People are not helping me. Jesus said, are you willing to be healed? Get up.
ആ ദൂതൻ എന്നെ സഹായിക്കുന്നില്ല, ജനങ്ങൾ എന്നെ വെള്ളത്തിലിറക്കുന്നില്ല. കർത്താവ്, നിനക്ക് മനസ്സുണ്ടോ? നിന്റെ മനസ്സാണ് പുതുകേണ്ടത്. Attitude of your mind, the mind of Christ should be in you. മനസ്സിന്റെ ചിന്താഗതി, അതാണ് മനസ്സിന്റെ സ്പിരിറ്റ്. അതിനാണ് പുതുക്കം വരേണ്ടത്. അതാണ് ക്രിസ്തുവിന്റെ I hear so many testimonies every day from the inner chamber. ഇന്നർ ചേംബർ കണ്ടുള്ള ആ 100 കണക്കിന് സാക്ഷ്യങ്ങൾ എനിക്ക് ലഭിക്കും. But unfortunately, I hear 1 or 2 from Heavenly Feast. Others are giving me testimony. ഹെവൻലി ഫീസ്റ്റിൽ നിന്ന് 1 or 2 ഒക്കെ ഉള്ളൂ. കൂടുതൽ സാക്ഷ്യങ്ങളും പുറത്തു നിന്നാണ്. Because they are changing. കാരണം അവരുടെ ഈ വചനം കേട്ട് അവരെടുത്ത് മനസ്സ് മാറ്റുകയാണ്. They are saying, Holy Spirit, mold my mind according to the word. ഓ പരിശുദ്ധാത്മാവേ, ഈ കേൾക്കുന്ന വചനം കൊണ്ട് പ്രകാരം എന്റെ മനസ്സൊന്ന് മാറ്റണമേ എന്നവർ അന്നേരം ഏറ്റെടുക്കുക. Read the word. We are going to close in 5 minutes. നമുക്ക് എഫേസ്യർ 6:5 മുതൽ വായിച്ചേ. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ. ജഡപ്രകാരമുള്ള യജമാനനെ നീ അനുസരിക്കുന്നതിലും കാണാത്ത ദൈവത്തെ എവിടെ അനുസരിക്കാൻ? വായിച്ചോ. ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ. എങ്ങനെയാ? യേശുവിനെ കാണുന്നത് പോലെ. ഒരു വീട്ടുജോലിയാണോ ചെയ്യുന്നേ? സ്വന്തം വീടെന്ന പോലെ ചെയ്തേ? വാടക വീട്ടിലാണോ? നേരത്തെ ഞാൻ പറഞ്ഞതാ, വെല്ലോന്റെ വീടല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെയല്ല. എൻ്റെ വീട് പോലെ നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ സ്വന്തം വീട് കിട്ടും. Be of an excellent spirit. ഒരു പ്രത്യേകതയുള്ള മനസ്സുള്ളവനായി മാറുക. Your spirit, your attitude will change everything. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, you have never seen the goodness of God yet. ഇതുവരെ ദൈവത്തിന്റെ നന്മ എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടിട്ടില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴാണ് ആ നന്മ വെളിപ്പെടുന്നത്. Hallelujah. ഹല്ലേലൂയ. വായിച്ചു. ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല. ദൃഷ്ടി ബാക്കിയുള്ളവരെ കാണുമ്പം ഭയങ്കര ആത്മാവ്, കാണുമ്പം അല്ലാത്തപ്പം യു ആർ ചീറ്റിംഗ്, ഡിസീവിംഗ് യുവർ സെൽഫ്. അങ്ങനെ മനുഷ്യരെ കാണുമ്പോൾ മാത്രം തിരുമുമ്പിൽ സേവ ചെയ്യുന്നവർക്ക് കുഴപ്പം, സ്വയം ചതിച്ചുകൊണ്ടിരിക്കുക. They think that by showing this he will promote. My dear, promotion is not from him. Your source is from God. ഈ മനുഷ്യനിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് അങ്ങേര് കാണുമ്പോൾ മാത്രം ഭയങ്കര പ്രവൃത്തിയാണ്. കാരണം എൻ്റെ അനുഗ്രഹത്തിൻ്റെ സോഴ്സ് ഇങ്ങേരാന്ന് വിചാരിക്കുന്നത്. അയാൾക്ക് ദാസനായിരിക്കുക, മറിച്ച് ഉയരത്തിലെ ദൈവമായി എന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടെന്ന് ആ ദൈവത്തിന് വചനമാണ് ഞാൻ പറയുന്നത്. ഉയർച്ച തെക്കുന്നോ കിഴക്കുന്നോ അല്ല, സർവശക്തനായ ദൈവത്തെന്നാ വരുന്നത്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. അതെ, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. വായിച്ചോ. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. എങ്ങനെയാ? നല്ല ഒച്ചത്തിൽ പറഞ്ഞേ. ദൈവേഷ്ടം മനസ്സോടെ. രാവിലെ സഭായോഗത്തിലും എങ്ങനെയാ വരണ്ടേ? മനസ്സോടെ, പ്രതീക്ഷയോടെ. ഞാൻ അവിടെ പോവുക, ഇന്ന് നിറയാൻ അവിടെ പോകുന്നേ. ഞായറാഴ്ചയല്ലേ, സഭായോഗമൊക്കെ ആയില്ലേ, പോയേക്കാം. അല്ല, പോയില്ലെങ്കിൽ ഈ ആഴ്ച എങ്ങാനും കുഴച്ചിൽ വല്ലതും വരുമോ? അല്ല, വണ്ടി ഇടിച്ചാലോ? അതുകൊണ്ടാണ് രാവിലെ പ്രാർത്ഥിക്കുന്നത്. നോ നോ, യുവർ സ്പിരിറ്റ്. ഞാനിന്ന് പോകും അവിടെ. ഐ ആം ഗോയിങ് ടു ബി ഫിൽഡ്. Why? Because I want to taste 100% why Jesus died for the cross. ഞാൻ സഭായോഗത്തിൽ പോകുന്ന ഏതൊരു കടമ തീർക്കാനല്ല, മറിച്ച് ഉത്സാഹത്തിൻ്റെ ഒരു ആത്മാവില്ല, എൻ്റെ പുതുക്കപ്പെട്ട മനസ്സിൽ പ്രതീക്ഷയോടെ ഞാൻ പോകുന്നത്. കാരണം എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ക്രൂശിൽ എൻ്റെ യേശു എന്തെല്ലാം എനിക്ക് വേണ്ടി നേടിയോ 100% എനിക്ക് വേണം. I can guarantee you again. ഒന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം, I or you have not tasted the fullness of the goodness yet. ദൈവത്തിൻ്റെ നന്മയുടെ പൂർണ്ണതയുടെ ഒരു ഭാഗം പോലും നിങ്ങളോ ഞാനോ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഒന്ന് അവിടെ ഒന്ന് നിർത്തിയിട്ട്, ഒറ്റ മിനിറ്റ് നിർത്തിയിട്ട് സദൃശ്യവാക്യം 8:17-18 ഒന്ന് വായിച്ചേ. അവിടെ ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കേ എവിടെയെങ്കിലും. എന്നെ സ്നേഹിക്കുന്നവരെ. എന്നെ സ്നേഹിക്കുന്നവരാണ് മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവരാകത്തില്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരാണ്. ഓക്കെ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ, diligently
എന്നെ അന്വേഷിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കുന്നവർ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവർ, ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്നെ കണ്ടെത്തും. എൻ്റെ പക്കൽ ധനവും മാനവും എന്തൊക്കെയുണ്ട്? ധനവും. People say I speak prosperity, then you have to remove this from the Bible. ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കാന്നാണ് എന്നെ പല മുദ്ര കുത്തുന്നത്. അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഈ സദൃശവാക്യങ്ങളുടെ ഈ ഭാഗം കീറിക്കളയണം. They should cancel 1 Timothy 6:17, God who gives you richly everything to enjoy. 1 തിമോത്തി 6:17 പറയുന്ന സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം എന്നുള്ള വാക്യവും വെട്ടിക്കളയണം. They should cancel 2 Corinthians 9:8, God will abound all grace upon you, that you will have all sufficiency in all things always and an abundance to give. 2 കൊരിന്ത്യർ 9:8 കീറിക്കളയേണ്ടി വരും. അവിടെ പറയുന്നത് നിന്റെ എല്ലാ ആവശ്യങ്ങളും ധാരാളമായി നടക്കുവാനും എല്ലാ നല്ല വേലയിലും ധാരാളമായി വിതയ്ക്കുവാനും വേണ്ട നന്മ കൊണ്ട് നീ നിറയപ്പെടുമെന്നുള്ള വചനവും മാറ്റിക്കളയണം. I can quote hundreds of verses. നൂറുകണക്കിന് വാക്യങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉണ്ട്. One of the men of God who led me, who was mentoring me, എന്നെ കർത്താവിൽ വഴി നടത്തിയ ഒരു ദൈവദാസൻ, he said, if you are against prosperity, against increase, take a blade and remove everything and you will have only holes in your Bible. നിങ്ങളുടെ ബൈബിളിൽ നിന്ന് ഈ നന്മയുടെ ഭാഗങ്ങൾ, ഉയർച്ചയുടെ ഭാഗങ്ങൾ, സമൃദ്ധിയുടെ ഭാഗങ്ങളെല്ലാം നിങ്ങൾ ഒരു ബ്ലേഡ് എടുത്ത് കീറി കളയണം. ഒടുവിൽ നിങ്ങളുടെ ബൈബിളിൽ കിഴുത്ത മാത്രമേ കാണൂ. God is a God of increase. എന്റെ ദൈവം ഉയർച്ചയുടെ ദൈവമാണ്. God is a God of peace. എന്റെ ദൈവ സമാധാനത്തിന്റെ ദൈവമാണ്. Eternal life is inside of you, that you can have fellowship with him and understand what is kept for you. നിത്യജീവൻ എന്ന അനുഭവം നിന്റെ അകത്ത് തന്ന ദൈവത്തോട് കൂട്ടായ്മയായിരിക്കാനും ദൈവത്തിന്റെ ചിന്താഗതി മനസ്സിലാക്കുവാനാണ് നിത്യജീവൻ. Then you will understand what is kept for you. അപ്പോഴാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന എന്തെന്ന്, നന്മയും പൂർണ്ണതയും എന്തെന്ന് മനസ്സിലാകും. Then you will understand what eye has not seen, what ear has not heard, what heart cannot perceive, that God has kept for you. അപ്പോഴാണ് കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഊഹിച്ചിട്ട് പോലും ഇല്ലാത്തതും ദൈവം നിനക്കായി കരുതിയിരിക്കുന്നതുമായ ധനവും മാനവും പുരാതന സമ്പത്തും എന്താണെന്ന്. Never compromise with little. Go for God's best. അല്പത്തിൽ തൃപ്തനാകരുത്. ദൈവത്തിന്റെ ഏറ്റവും നന്മയുടെ വിശാലതയിൽ പൂർണ്ണതയിലേക്ക് കുതിക്കുക. Fighting a good fight of faith, holding on to eternal life. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുകൊണ്ട് നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് Hold മുൻപോട്ട് the promise of God, hold the goodness of God, hold everything, never let it go. The devil wants you to live and lead a compromising life. You will say, no, I want to enjoy God's best. ദൈവത്തിന്റെ നന്മയെ പിടിച്ചുകൊണ്ട്, ദൈവത്തിന്റെ നിത്യജീവനെ പിടിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്കതും വേണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് കുതിക്കുക. സാത്താൻ, നീ അത് ഇട്ടിട്ട് ഏതോ ചെറിയതിൽ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നീ വിട്ടുകൊടുക്കരുത്. ആമേൻ. വായിച്ചു. എൻ്റെ പക്കൽ ധനവും, എൻ്റെ പക്കൽ ധനവും മാനവും. ഞാൻ ചോദിക്കട്ടെ, അപ്പോഴാ നമ്മൾ 10 രൂപയ്ക്ക് വേണ്ടി അയ്യോ എല്ലാം പോയെന്ന് പറയുന്നത്. നടക്കത്തില്ല. എൻ്റെ ദൈവം, ഹീ ഈസ് മൈ സോഴ്സ്. ദൈവമക്കളുടെ തല എങ്ങും കുനിക്കത്തുമില്ല, കൈ നീട്ടത്തുമില്ല. എനിക്കറിയാം. ഞാൻ ഇപ്പോഴല്ല പറയുന്നത്, ഒന്നുമില്ലാത്തപ്പോഴും ശൂന്യമായി നടക്കുമ്പോഴും, ഇതിനകത്ത് 1 രൂപ പോലും ഇല്ലാതിരിക്കുമ്പോഴും ഒരുത്തൻ്റെ മുമ്പിൽ തല കുനിച്ചിട്ടുമില്ല, കൈ നീട്ടിയിട്ടുമില്ല. എന്നാൽ ജയോത്സവമായിട്ടാണ് ഇവിടെ വരെ ദൈവം കൊണ്ടുവന്നേ. ആ കർത്താവ് എല്ലാവരുടെയും കർത്താവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോണ പറഞ്ഞ് വളച്ചൊടിച്ച് ആ പൈസ ഇങ്ങോട്ട് കിട്ടാൻ ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ പേര് കളഞ്ഞില്ല. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഏകാഗ്രചിത്തന്മാരെ നോക്കിയിരിക്കുക. So that he can reveal his strength. എന്തെന്നാൽ തൻ്റെ മഹത്വം അവരിലൂടെ ഒന്ന് വെളിപ്പെടുത്തുവാൻ ആ ഏകാഗ്രചിത്തന്മാരെ അന്വേഷിക്കുക ദൈവം. Go fast. എൻ്റെ പക്കൽ ധനവും, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എൻ്റെ ഫലം പൊന്നിലും, എൻ്റെ ഫലം പൊന്നിലും. നമ്മൾ വലിയ സ്വർണം വലുതാണെന്ന് വിചാരിക്കുന്നത്, അതിനേക്കാളും വലുത് അവിടെ ഇരിപ്പുണ്ടെന്ന്. ഫലം പൊന്നിനേക്കാളും തങ്കത്തിലും എൻ്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക. അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ? എങ്ങനെ എഴുതിയിട്ടൊന്നത് വായിച്ചേ.
എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക. ഒന്നുകൂടെ വായിച്ച്. വസ്തുവക. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക. വലിയൊരു വസ്തു വാങ്ങിച്ച എന്തിനാ അസൂയപ്പെടുന്നേ? നിങ്ങൾക്കും ആകാമല്ലോ. നിങ്ങൾക്ക് എത്ര പേരുടെ അകത്ത് യേശു ഉണ്ട്? 15. ഇത്രയും പേരുടെ അകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ കോട്ടയം പട്ടണം നിങ്ങളുടെ പേരിലായിരിക്കണം. ആമേൻ. നിങ്ങളുടെ അയലോകത്തൊക്കെ എത്രയും നോക്കിയിട്ടും വസ്തു വിൽക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലേ? അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേരിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ആധാരം ചെയ്താ ഇങ്ങോട്ട് വിട്ടേ. നമ്മളതൊന്നും കാണാതെ ഇങ്ങനെ നടക്കുക. ഇങ്ങോട്ട് വിട്ടപ്പോൾ എന്തൊക്കെ വാങ്ങിക്കണം തീരുമാനിച്ച വിട്ടേ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കർത്താവിന് കുഴപ്പമുണ്ടോ? വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന്. ഈ ഹെവൻലി ഫീസിലെ ഗവർണൻസിനകത്ത് ഒരു പറച്ചിലുണ്ട്, തങ്കുബ്രദറിനെ വസ്തു കാണിക്കരുത്, അപ്പോഴേ അതിൻ്റെ വില ചോദിച്ച് അഡ്വാൻസ് കൊടുക്കും. ഇതിനകത്തൊന്നും ഇല്ലാത്തപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ അല്ല കാര്യം. ഞാൻ എൻ്റെ പോക്കറ്റ് അല്ല നോക്കുന്നത്. ഇഫ് ഐ saw my ability, that land or no land of heavenly feast would come into existence. അന്ന് എൻ്റെ കയ്യിലുള്ളതോ ഇവിടെ ഉള്ള സാധ്യതകളോ എൻ്റെ പോക്കറ്റിനെ നോക്കിയിരുന്ന ഇന്ന് നാഗമ്പട അടക്കം ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു സ്ഥലവും കാണത്തില്ല. അന്നുള്ളത് വെച്ചായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. I did not see the bigness of the money, I saw the bigness of God who is in me. പണത്തിൻ്റെ വലിപ്പവും അതിന് കൊടുക്കേണ്ട തുകയുടെ വലിപ്പവും അല്ല, എന്നിലുള്ള കർത്താവിൻ്റെ വലിപ്പം ഞാൻ കണ്ടു. സ്റ്റേഡിയം ഈസ് കമ്മിങ്. സ്റ്റേഡിയം വരുന്നുണ്ട്, കമ്മിങ്. നമ്മുടെ പ്ലാൻ ചെറുതായതുകൊണ്ടാണ് കർത്താവ് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാൻ കുറച്ചുകൂടെ വലുതാക്കിയാൽ അപ്പോളെ റിലീസ് ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, കണ്ടിട്ടില്ലാത്ത നിലയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അറിയാം. I know. എനിക്കറിയാം, എൻ്റെ ഉള്ളിൽ I know എനിക്കറിയാം that a city is coming. ഒരു പട്ടണം വരുന്നുണ്ട്. അപ്പോൾ തലയ്ക്കൂടെ പോകുന്ന ഇപ്പം അതിനും പിരിവെല്ലാം വേണ്ടി വരും. നിങ്ങളുടെ ₹1 പോലും വേണ്ടി വരത്തില്ല, കർത്താവ് തരും. Hallelujah. I heard a joke. I heard about a joke. ഞാനൊരു തമാശ കേട്ടിട്ടുണ്ട്. And that is the attitude of a human being, not of a new creation. സാധാരണ മനുഷ്യരുടെ മനോഭാവത്തെ കുറിക്കുന്നൊരു വാക്കാണ് അത്. ഒരു പുതിയ സൃഷ്ടിയുടെ മനസ്സല്ല. In a place there was a basket full kept, apples were kept, and it was written, take only one, God is watching. ഒരു കൊട്ടയ്ക്കകത്ത് കുറേ ആപ്പിൾ വെച്ചിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരെണ്ണമേ എടുക്കാവുള്ളൂ, ദൈവം കാണുന്നുണ്ട്. So it was a long queue. ലോങ് ആയിട്ടുള്ളൊരു ക്യൂ ഉണ്ട്. And there was a basket full of chocolates also. ഒരു ബാസ്ക്കറ്റ് മുഴുവൻ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. One boy wrote down ഇങ്ങനെ എഴുതി വെച്ചു, take as much as you can this chocolate because God is looking at the apple. ഈ ചോക്ലേറ്റിന് അവിടെ കൊണ്ട് എഴുതി വെച്ചു, നിങ്ങൾക്ക് എടുക്കാവുന്നിടത്തോളം എടുത്തോണം, കാരണം ദൈവം ആപ്പിൾ എടുക്കുന്നുണ്ടോന്നേ നോക്കുന്നുള്ളൂ. അതാ മനോഭാവം. And I want to enjoy whatever God has kept. Hallelujah. എന്നെ സംബന്ധിച്ച് ദൈവം വെച്ചിരിക്കുന്നൊക്കെ അനുഭവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. Read just one, Ephesians 6. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരല്ല, ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. മനസ്സോടെ ഒന്ന് നല്ല അടുത്തിരിക്കുന്ന ആളാണ് നമ്മളോട് തന്നെ പറഞ്ഞേ, മനസ്സോടെ എല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? നല്ല മനസ്സോടെ, പൂർണ്ണ. That is a different spirit. അതാണ് വ്യത്യസ്ത ചിന്താഗതി. എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണം? മനസ്സോടെ. എന്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ അതെങ്ങനെ ചെയ്യണം? സന്തോഷത്തോടെ. അത് കൊടുക്കുന്ന കാര്യം അത് തന്നെയാണ്, സന്തോഷത്തോടെ ഒന്ന് ചെയ്തേ. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സങ്കടത്തോടെ അരുത്. സങ്കടത്തോടെ അരുത്, വേറെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് വരാം. നല്ല മനസ്സോടെ, അതാ പുതുക്കപ്പെട്ട നല്ല. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് യുവർ മൈൻഡ്. അതാണ് പുതുക്കപ്പെട്ട മനസ്സ്. മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ
പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ. അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന്. എവിടുന്നാ വരാൻ പോകുന്നേ? കർത്താവിൽ നിന്ന്. അത് മനുഷ്യരിൽ നിന്നാണോ? കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതാ പുതുക്കപ്പെട്ട മനസ്സ്. ബോസിൽ നിന്ന് കൂലി, ഉയരത്തിൽ നിന്ന് പ്രതിഫലം. The renewal of your mind, നിന്റെ പുതുക്കപ്പെട്ട മനസ്സ് gives you promotion. നിനക്ക് പ്രൊമോഷൻ തരും. Daniel is a man of different spirit, make him the prime minister. ദാനിയേല് വ്യത്യസ്ത ആത്മാവുള്ളവനായിരുന്നു. അവൻ അഭയാർത്ഥികളുടെ കൂട്ടത്തിലുള്ളയാണെങ്കിലും പ്രൈം മിനിസ്റ്റർ. But he was not a born again. എന്നാൽ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ആളല്ലായിരുന്നു എന്ന് ഓർക്കണം. But you have the mind of Christ. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മനസ്സകത്ത് ലഭിച്ചിട്ടുണ്ട്. You have the Holy Spirit in you. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട്. പുതിയ You have God living in you. നിങ്ങൾക്ക് ദൈവം നിന്റെ അകത്ത് വാസം There is no limit in what you can do once your mind is renewed in the Spirit. ആ മനസ്സിന്റെ ആത്മാവ് പുതുക്കപ്പെട്ടാൽ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. നിനക്ക് ഉയരാവുന്നതിന് ഒരു പരിമിതിയില്ല. Can you shout and say, I am a more than conqueror? വിളിച്ചു പറയാമോ, ഞാൻ സകലത്തെയും ജയാളിയാണ്. Always, every place, I am triumphant in Christ Jesus. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. I am an overcomer. ഞാൻ സകലത്തെയും I will മറികടക്കുന്നവനാണ്. increase and never decrease. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച I will പ്രാപിക്കില്ല. not borrow but lend to nation. ഞാൻ വായ്പ വാങ്ങുകയില്ല, രാജ്യങ്ങൾക്ക് I will വായ്പ never be the കൊടുക്കും. tail but head. ഞാൻ വാലാകയില്ല, ഞാൻ തല I തന്നെയാണ്. will not be a man pleaser, I will be a God pleaser. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കത്തില്ല, രഹസ്യത്തിൽ കാണുന്ന ദൈവത്തെ I പ്രസാദിപ്പിക്കും. will not go by the manly standard. I will renew my mind so that I can be a proof of God's blessing. ഞാൻ മനുഷ്യന്റെ ചിന്താഗതിയിലും അവന്റെ നിലവാരത്തിലും നടക്കത്തില്ല. എനിക്ക് വീണ്ടും ജനിച്ച പുതുക്കപ്പെട്ട ദൈവിക മനസ്സിൽ ഞാൻ ചിന്തിക്കും. ആ നിലവാരത്തിൽ ഞാൻ You are already positioned for a blessing. You are already blessed. You have to enjoy the blessing, renewing the spirit of your mind. നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടാവുന്ന ഒരു സ്ഥാനത്ത് കൊണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മനസ്സ് പുതുക്കുക. You are already got the keys of heaven. You have everything that you want. Renew the mind. See life in a different way, and you will be a man of a different spirit. You will increase, and the world will know there is a person. സ്വർഗരാജ്യത്തിന്റെ താക്കോല നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ആ താക്കോൽ നിന്റെ മനസ്സിന്റെ പുതുക്കമാണ്, ആ വെളിപ്പാടാണ്. നീ അത് കാണുക, ആ വിശാലതയിൽ കാണുക. ലോകത്ത് നിന്നെ തന്നെ മറ്റുള്ളവർ പ്രൂവ് ചെയ്യപ്പെടട്ടെ. Lift up your head. തല ഉയർത്തുക. Lift up your head. തല ഉയർത്തുക. Set your mind on the heavenly standard. സ്വർഗീയ സ്റ്റാൻഡേർഡിൽ നിന്റെ മനസ്സിനെ സെറ്റ് ചെയ്യുക. Move like a king. രാജാവിനെ പോലെ നടക്കുക. Grace and righteousness has given you the right to reign in life. ദൈവം തന്റെ നീതി നിനക്ക് തന്നിരിക്കുന്നത് ഈ ലോകത്ത് വാഴാനാ. നിന്നെ താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കാനാ, വാലല്ല തലയാകാനാ. നിന്റെ അകത്തിരിക്കുന്നവൻ, നിങ്ങളുടെ എന്റെ അകത്ത് ഇരിക്കുന്ന ദൈവം, അതിനെ ഒതുക്കരുത്. മനസ്സുകൊണ്ട് നിനക്ക് മാത്രമേ ഒതുക്കാൻ പറ്റത്തുള്ളൂ. We have a limitless God. He want to do greater things. He want to do limitless things. You are stopping him. പരിമിതിയില്ലാത്തൊരു ദൈവമാണ് നിനക്കുള്ളത്. പരിമിതി കൂടാതെ വിശാലതയായി നിന്നെ ചെയ്യാനാ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. നിനക്ക് മാത്രമേ നിന്നെ ഇടുക്കാനും ഒതുക്കാനും ആകൂ. In Christ there is no condemnation. In Christ there is no guilt. In Christ there is no fear. Renew your mind and there is limitless possibilities. ക്രിസ്തുവിൽ നിനക്ക് അപരാധ ബോധമില്ല, നിനക്ക് ശിക്ഷാവിധി ചിന്തകളില്ല, നിനക്ക് പരിമിതികളില്ലാതെ നീതി ബോധത്തിൽ വിശാലതയുടെ ക്രിസ്തുവിലുള്ളതെല്ലാം നിനക്കുള്ളതാണ്. New creation does not has reverse gear or brake. It has an accelerator. We are accelerating into
the God's goodness. പുതിയ സൃഷ്ടിക്ക് അത് ബ്രേക്കുമില്ല, റിവേഴ്സ് ഗിയറുമില്ല. അവൻ ആക്സിലേറ്റർ, അവൻ മുമ്പോട്ട് ക്രിസ്തുവിൽ പോകുകയാണ്. We are going to be better and better, from glory to even greater glory, if you are ready to think differently. നമ്മൾ മെച്ചത്തിൽ നിന്ന് മെച്ചത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഉയർച്ചയിൽ നിന്ന് വിശാലതയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വല്ലവിധേനയും എങ്ങനെയും പാസ്സായി ഏതെങ്കിലും ഒരു ജോലി, നോ, അവർ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രശസ്തരായി തീരും. ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നിരാശപ്പെടുവല്ല, വരാൻ പോകുന്ന നന്മ കണ്ട് നാം തുള്ളിച്ചാടി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. I will dance and rejoice, not at my circumstances now. എന്റെ ഇന്നത്തെ സാഹചര്യത്തെ നോക്കി ഞാൻ നിരാശപ്പെടുകയല്ല, മറിച്ച് ക്രിസ്തുവിൽ എന്റെ സാധ്യതകൾ കണ്ട് തുള്ളിച്ചാടി ഞാൻ ആരാധിക്കും. Paul and Silas, they are in prison, but they started dancing and rejoicing because they know this chain cannot stop them, this bar cannot stop them. Oh, then what happened? God himself intervened and the whole jail was saved. പൗലോസും ശീലാസും കൈ കെട്ടപ്പെട്ടിരിക്കുക, ശരീരം മുറിവേറ്റിരിക്കുക. അവരുടെ ചുറ്റുപാടുകൾക്ക് അവരുടെ മനസ്സിന് താക്കാൻ പറ്റിയില്ല. അതിൽ നോക്കിയ ഒരു മനസ്സല്ല, അതിന്റെ അപ്പുറം കാണുന്ന, അതിന്റെ വിശാലത കാണുന്ന മനസ്സ് പുതുക്കിയ പൗലോസും ശീലാസും അവിടെ ആരാധിച്ചപ്പോൾ ദൈവം തന്നെ അവിടേക്ക് ഇറങ്ങി വന്ന് സാഹചര്യങ്ങളെ മാറ്റി. ഓ പത്രോസേ, നീ ഒരു വെറും മുഖ്യമനല്ല. പത്രോസേ, നീ വീണ്ടും പിന്മാറ്റക്കാരൻ. അത് തലേന്ന് മാറ്റ. തെരഞ്ഞെടുക്കപ്പെട്ട, ഓ നിന്നെ ഒരു അപ്പോസ്തലനായിട്ടാ തെരഞ്ഞെടുത്തത്. സ്വർഗത്തിലെ സുവിശേഷത്തിന് താക്കോൽ തുറക്കാനാ. നിനക്ക് നിന്റെ തന്നെ ചിന്താഗതി ഒന്ന് പൊട്ടിച്ചേ. Peter, you might be thinking you are an ordinary fisherman. You might be thinking I betrayed Jesus. Or you might be thinking I am a failure. Stop thinking like that, because the power of the Holy Spirit will come upon you. You are an apostle to the nations of the world. പത്രോസേ, നീ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ വെറും ഒരു മുക്കുവനല്ലേ, ഞാൻ ഒരു അക്ഷരാഭ്യാസമില്ലാത്തവനല്ലേ, ഞാൻ തള്ളി പറഞ്ഞവനല്ലേ, വീണ്ടും പുറകോട്ട് ഇല്ല. മതി നീ അങ്ങനെ ചിന്തിച്ചത്. നിന്റെ പരാജയങ്ങൾ, നിന്റെ അബദ്ധങ്ങൾ ചിന്തിച്ചിരിക്കുവാനല്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിച്ചിട്ട് ലോകത്തിന്റെ അറ്റത്തോളം എന്റെ അപ്പോസ്തോലികമായി മനസ്സ് പുതുക്കി ചിന്തിച്ചാട്ടെ. എല്ലാരും നന്നായിട്ട് ആരാധിക്കാനായിരിക്കുന്നേ. അതിന്റെ കാരണം അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമുള്ളവൻ എറിഹോ മതിൽ താഴെ വീണിട്ടല്ല കാഹളം ഊതുന്നേ. എറിഹോ മതിൽ അവിടെ നിൽക്കുമ്പം ദൈവം കാഹളം ഊതാൻ പറഞ്ഞെങ്കിൽ അത് വീഴുവോ ഇല്ലെന്നല്ല, കാഹളം ഞാൻ ഊതും. ആമേൻ. I won't mistrust God. ഞാൻ എന്റെ കർത്താവിനെ അവൻ പറഞ്ഞതിൽ ആശ്രയം വെക്കാതെ ഞാൻ അസത്യവാദി ആക്കത്തില്ല, സംശയിക്കത്തില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. Without faith, വിശ്വാസം കൂടാതെ impossible. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അസാധ്യം. Those who diligently seek promise, ഇല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് തന്നേ പറ്റത്തുള്ളൂ. അവന്റെ വാഗ്ദത്തങ്ങൾ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ കണ്ട് ദൈവം എന്നോട് പറഞ്ഞോ. വാരി വെതറി ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ. Reach worldwide will become bigger than Red Cross Society or any other society. We will serve 8 billion people on earth. റെഡ് ക്രോസ് സൊസൈറ്റി ഇന്ന് ലോകത്ത് വലിയ കാര്യം ചെയ്യുന്നത്. പക്ഷെ അതിലും വലിയതിലേക്ക് റീച്ച് വേൾഡ് വൈഡില് 800 കോടിയിലധികം ജനങ്ങൾക്കും സേവനം ചെയ്യുവാനിടയാവും. I know that thousands are going to come into heavenly feast who will stand shoulder to shoulder, and we will reach out to the 8 billion people on earth. ഹെവൻലി ഫീസ്റ്റിലേക്ക് ഇനിയും 10,000 പേർ വന്ന് ഈ സുവിശേഷവുമായി ലോകത്തിലെ 800 കോടിയിലധികം ജനങ്ങളെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് തോളോട് തോൾ നിന്ന് ഈ സുവിശേഷം ഹെവൻലി ഫീസ്റ്റിനെ കൊണ്ട് കൊടുക്കും. If people think we are satisfied with this 1 or 2 acres, no, we are seeing a city with universities, with indoor stadiums, with airport,
airports. We are seeing because we are children of God. ജനങ്ങൾ ആരെങ്കിലും ഈ 2 ഏക്കർ സ്ഥലത്തെ കൊണ്ട് നമ്മൾ തൃപ്തരായി അതിനുവേണ്ടി ജീവിതം കളയുമെന്ന് ചിന്തിച്ചെങ്കിൽ ഇല്ല, നമ്മളൊരു പട്ടണമായിരിക്കും കാണുന്നത്. യൂണിവേഴ്സിറ്റികളുള്ള, എയർപോർട്ടുകളുള്ള, ആ ദൈവമക്കൾ ഒന്നിച്ച് ആരാധിക്കുന്ന സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാ വിശ്വാസത്താൽ. The world will come here on Sundays to attend the service and return back. Airport, cities, universities, Bible schools, it is going to happen because the one in me is a creator, not a repairer. ലോക രാജ്യങ്ങളിൽ നിന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ, ഇവിടെ എയർപോർട്ടുകൾ, ഇവിടെ യൂണിവേഴ്സിറ്റികൾ, ഇവിടെ ബൈബിൾ സ്കൂളുകൾ, ഇവിടെ ആരാധനകളുള്ള ഒരു വലിയ സിറ്റിയാണ് ആത്മാവിൽ കാണുന്ന. കാരണം എന്നിലുള്ളവൻ ഈ ലോകത്തുള്ളവനെ No one can stop you. No one can resist you because you are like the wind. You are unstoppable, unchallengeable. You are a new creation in Christ. ആർക്കും നിന്നെ പിടിച്ചൊതുക്കാനൊക്കത്തില്ല, ആർക്കും നിന്നെ പരിമിതപ്പെടുത്താനൊക്കത്തില്ല. കാരണം ആത്മാവിനാൽ ജനിച്ചവൻ കാറ്റ് പോലെയാണ്, അവൻ പരന്നൊഴുകും. Dare to dream, dare to speak and bring that dream into existence. ആകയാൽ സ്വപ്നം കാണുന്നതിൽ മടിക്കരുത്, വിശ്വാസം പറയുന്നതിൽ ഇടുങ്ങരുത്. നീ എന്ത് പറയുന്നോ, എന്ത് കാണുന്നോ അത് നിന്റെ കണ്ണാൽ കാണും. Many people have a dream but it becomes a desire, but you and me are seeing dream and bringing into existence. He is able to do exceedingly abundantly more than you can think. പല ആൾക്കാരും സ്വപ്നം കാണും, പക്ഷെ സ്വപ്നം ഒടുവിൽ ഒരു ആഗ്രഹമായിട്ട് അങ്ങനെ ചത്ത ആഗ്രഹമായി ശേഷിക്കും. എന്നാൽ നീ കാണും, ഞാനും ഒരാഗ്രഹത്തിൽ അവസാനിപ്പിക്കില്ല. എന്ത് കണ്ടോ അത് നടപ്പിൽ വരുത്താൻ സ്റ്റെപ്പ് എടുത്തു വെക്കുന്ന ദൈവമക്കളാണ്. Caleb and Joshua, different spirit. The 2 million Israelites dreamed about Canaan, but they entered Canaan because they are of a different spirit. കാലേബും യോശുവയും ഒരു പ്രത്യേക മനസ്സുള്ളവരായിരുന്നു, പ്രത്യേക സ്പിരിറ്റ് ഉള്ളവരായിരുന്നു. അവർ പുതുകിയ മനസ്സിന് ഉടമകളായിരുന്നു. വേറെ 20 ലക്ഷം പേര് അവരതില്ലായിരുന്നു. അവർ കയറാത്തടത്തേക്ക് ഈ 2 പേര് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കയറി. ഭൂരിപക്ഷം പറയുന്നതല്ല കേൾക്കുന്നേ, കർത്താവ് പറയുന്നതാ കേൾക്കുന്നത്. No one follows a defeated person. ലോകത്തിൽ ആരും ഒരു പരാജിതനെ പിൻപറ്റാറില്ല. People want to imitate and walk with champions, and we are imitating and walking with the champion of champions, Jesus Christ. ജയാളികളെയാണ്, ചാമ്പ്യന്മാരെയാണ്, ജയിച്ചടക്കിയവരെയാണ് ലോകം പിൻപറ്റുന്നത്. നമുക്കുള്ളത് ആരാന്നറിയോ? ജയാളിയേക്കാൾ ജയാളിയാണ്. ഏറ്റവും വലിയ ചാമ്പ്യന്മാരുടെ ചാമ്പ്യൻ, മരിച്ചതെ ജയിച്ച അടക്കിയ ചാമ്പ്യൻ. അവന്റെ പേരെത്ര? യേശു. He defiled death. അവൻ മരണത്തെ പരാജയപ്പെടുത്തി. No wonder a non-believer judge of the Supreme Court said like this. ഒരു അവിശ്വാസിയായ ജഡ്ജി, സുപ്രീം കോടതിയിലെ ജഡ്ജി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. When Christians started to fight and say we want pilgrimage to Israel. ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് ഇസ്രായേലിൽ പോകാൻ, ഞങ്ങൾക്ക് ഇസ്രായേലിൽ തീർത്ഥാടനത്തിനുള്ള അവകാശം ഗവൺമെന്റ് തരണം, അതിനുള്ള പണസഹായം തരണമെന്ന് പറഞ്ഞപ്പോൾ That judge, non-believer judge said, അവിശ്വാസിയായ ജഡ്ജി പറയുക, people make pilgrimage to tombs. ജനങ്ങൾ ശവക്കല്ലറകളിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നു. They go to holy places. അവര് വിശുദ്ധ സ്ഥലങ്ങളിൽ പോകുന്നു. Tell me, എന്നോട് പറ, where is your God's tomb? എവിടെയാണ് നിങ്ങളുടെ ദൈവത്തിന്റെ കല്ലറ? He is not there. അവൻ അവിടെ ഇല്ല. He is where you are. That becomes holy. നിങ്ങളുടെ അകത്തല്ലേ, നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ അകത്താ ദൈവം എന്നല്ലേ പറയുന്നത്? അവിടെ വല്ലേ ഹോളി സ്ഥലം? അയ്യേ, അവിശ്വാസിയുടെ വായിന്നത് കേൾക്കണമായിരുന്നോ? Wherever you and me walk is the most holy place where God himself is seated.
നീ ഞാനും നടക്കുന്നിടമാണ്. നീ തന്നെയാണ് ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലം. നീ നടക്കുന്നിടത്താണ് ദൈവത്തിന്റെ ആലയം. I am the temple of God and the Holy Spirit lives in me. ഞാനാണ് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം, പരിശുദ്ധാത്മാവ്. How many of you believe you are the temple of God? Shout and say, I am the temple of God. ഞാനാണ് ദൈവത്തിന്റെ മന്ദിരം എന്ന് വിശ്വസിക്കുന്ന എത്ര മക്കളുണ്ട്? അവർ വിളിച്ചു പറഞ്ഞ ഞാനാണ് ദൈവത്തിന്റെ. Holy Spirit lives in me. പരിശുദ്ധാത്മാവ് എന്നിൽ God അധിവസിക്കുന്നു. lives in me. ദൈവത്തിന്റെ താമസ സ്ഥലമാണ് ഞാൻ. From today I am not going to limit God. ഇന്നു മുതൽ ഞാൻ എന്റെ ദൈവത്തെ Let പരിമിതപ്പെടുത്തില്ല. him work whatever he wants. I am going to move away. I am going to renew the spirit of my mind. ഞാൻ എന്റെ മനസ്സിന്റെ ആത്മാവിനെ, ചിന്താ രീതികളെ പുതുക്കാൻ പോകുകയാണ്. വേണ്ടാത്തതൊന്നും എനിക്ക് വേണ്ട. I will stop complaining. I will stop competing. I will stop jealousy. I will stop bitterness. I am going to renew my mind. I am going to dance and rejoice wherever I am, because I see the goodness of God upon me, the mercy of God upon me. I am a more than conqueror. പരാതികൾ ഞാൻ അവസാനിപ്പിക്കുന്നു, പിറുപിറുപ്പുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇനി പരിമിതപ്പെടുത്തുകയില്ല, ആരോടും കയ്പ് ഞാൻ വെച്ചോണ്ടിരിക്കില്ല. ഇനി ആരോടും ഉയർന്നവരോട് എനിക്ക് അസൂയയില്ല. ഞാൻ സകലത്തെയും ജയാളിയാ. എന്റെ അകത്ത് വസിക്കുന്നവൻ പരിമിതികളില്ലാത്തവനാ. ഞാൻ അവനിൽ പുകഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവരാണ് ഇവിടെ നിൽക്കുന്നത്. 15, 16 എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. Everyone who is watching you, if you are sealed with the blood of Jesus and you are shouting, ലോകമെങ്ങും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാണെങ്കിൽ ഷൗട്ട് ചെയ്ത് സ്തുതിച്ചാട്ട്. the devil trembles. സാത്താൻ ഞെട്ടും. The unseen world trembles. ആ അദൃശ്യ ലോകത്തെ ദുഷ്ടശക്തികൾ വിറകൊള്ളും. When the redeemed start shouting and rejoicing for Jesus. വീണ്ടെടുക്കപ്പെട്ടവർ ഒന്നിച്ച് സ്തുതിയോടെ വരുമ്പോൾ അന്ധകാര ലോകങ്ങൾ ഇളകും. നീതിമാന്റെ ഭവനത്തിൽ നിന്നും ജയത്തിന്റെ ആഘോഷമാണ് ഉയരുന്നത്. നീതിമാന്മാരുടെ ഭവനത്തിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷമുണ്ട്. ഘോഷം ഉയരാൻ തയ്യാറാണോ? അന്ന് കണ്ടോണ്ട്, എവിടെ എത്താൻ പോകുന്നതെന്ന് കണ്ടോണ്ട്, ആ യൂണിവേഴ്സിറ്റികൾ, ആ പട്ടണം കണ്ടോണ്ട്, ആ പ്ലെയിനുകൾ ലാൻഡ് ചെയ്യുന്നതും പണ്ട് നമ്മൾ പറഞ്ഞത് കോട്ടയത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമെന്ന, ഇനി പ്ലെയിൻ ബ്ലോക്ക് ഉണ്ടാകാൻ പോകുന്നത്. അത് പറഞ്ഞോണ്ട് കണ്ടോണ്ട് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ഇത് പാടിക്കൊണ്ട് ഇപ്പം പാടിക്കൊണ്ടിരിക്കുമ്പം രോഗം ഒക്കെ പറക്കും, ആരോഗ്യം വരും. നല്ല ഒച്ചത്തിൽ പറഞ്ഞ ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തനാകും. നല്ല ഒച്ചത്തിൽ പറഞ്ഞു ഒന്നുകൂടെ. ഇതെല്ലാം നടപ്പിലാക്കണേ ആരോഗ്യം വേണ്ടേ? ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ആരാധിക്കണ്ടേ? ആ പട്ടണമൊക്കെ ഒന്ന് കാണണ്ടേ? പരിപൂർണ ആരോഗ്യം പറഞ്ഞിട്ട്, പരിപൂർണ ആരോഗ്യം, പരിപൂർണ സമ്പന്നത. പിന്നെ എന്തൊക്കെയായിരുന്നു? ഒത്തിരി വായിച്ചല്ലോ അവിടെ. എല്ലാം വസ്തുവകകൾ. ഒന്ന് പറഞ്ഞ വസ്തുവകകൾ. നിങ്ങളുടെ റബ്ബർ തോട്ടം വഴിയൊക്കെ നടക്കുന്നൊന്ന് കണ്ടേ, ആ ഏലത്തോട്ടം വഴിയൊക്കെ നോക്കി, ഏത് എണ്ണ ഇവിടെ വള എണ്ണ ഇടാത്തെന്നൊക്കെ ചോദിച്ച കണ്ടോണ്ടൊന്ന് ആരാധിച്ചേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായി ഉള്ളതിന ജയം ജയം നിശ്ചയം. നായകനായി ഉള്ളതിന ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം. യേശുനാഥ നാമത്തിൽ
limitations be broken. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. Oh, തകർക്കുന്ന രാജരാജൻ, സൈന്യത്തിന്റെ മുമ്പിലായി തകർക്കുന്ന രാജരാജൻ, സൈന്യത്തിന്റെ മുൻപിലായി നായകനായി ഉള്ളതിന ജയം ജയം നിശ്ചയം. നായകനായി ഉള്ളതിന ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. oh, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം പിറക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം പിറക്കുമേ. ജയം ജയം, ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. oh, hallelujah, hallelujah, ജയമേ, ഹല്ലേലൂയ 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 ജയമേ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ജയം ജയം, ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖാന്തരം ജയത്തിന്റെ ഉത്സവമാണ്. ആമേൻ. ആ റബ്ബർ തോട്ടം വഴിയൊക്കെ നടന്നായിരുന്നോ? ആ തിരിച്ചു പോകുന്ന വഴിക്കൊക്കെ ഏതൊക്കെ ബസ് എന്നൊന്ന് നോക്കിയേരെ. ഹല്ലേലൂയ. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ വീട് വെക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു തരാമോന്ന്. തന്നില്ല. ഭയങ്കര വില പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതെന്നാ വിലയാണ്? അത് പറഞ്ഞു 10 വർഷം കഴിഞ്ഞിട്ട് വില ഇപ്പോഴേ പറഞ്ഞതാണ്. ഞാനൊരു ദിവസം 6-7 മാസം മുമ്പേ ഞാൻ എൻ്റെ വീടിൻ്റെ ആ തിണ്ണ വഴി നടക്കുക. ചുമ്മാ ഇന്നർ ചേംബറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർക്കും, എന്നാലും ഈ മനുഷ്യൻ അത് തന്നില്ലല്ലോ. പോട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് ബാംഗ്ലൂർ വിളിച്ച് പറയാം അത് ഞാൻ തന്നേക്കാമെന്ന്. നിങ്ങൾക്ക് വസ്തു ഇഷ്ടമില്ല, വേണ്ട വേണ്ട. ഇഷ്ടമാണോ? നോക്കിയാൽ മതി. എന്നാലും അത് ഞങ്ങളുടെ വീടിനോട് ഇങ്ങനെ ചേർന്ന് വരുമായിരുന്നെങ്കിൽ. ഇതിനെയാ പറയുന്നത് വ്യത്യസ്ത ആത്മാവ്. ലോകത്തിൽ കണ്ടാൽ പൂർണ്ണ വട്ടാന്ന് തോന്നും, പക്ഷെ എന്നാ ചെയ്യുന്നത്? ഇതാ സുബോധം. ദിസ് ഈസ് ദ നോർമൽ ഗോഡ്ലി മൈൻഡ്. ഇതാണ് ദൈവത്തിന്റെ സാധാരണ മനസ്സ്. നല്ല ഒച്ചത്തിൽ പറഞ്ഞാൽ ഉയർച്ച തന്നെ പ്രാപിക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല, പരാജയപ്പെടുത്തില്ല. ഒരു ദൈവ പൈതൽ എങ്ങും പരാജയപ്പെടുത്തില്ല. ഏത് അവസ്ഥയിലാണേലും അതിൻ്റെ മധ്യത്തിൽ തനിക്കറിയാം ഞാൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മുടെ ആശ്രയം. ഞാൻ കൂടെ ഉണ്ട്, അത് ആശ്രയം. അല്ല നമ്മുടെ ബലമല്ല, നമ്മുടെ പണമല്ല. ഇതെല്ലാം പ്രസ്താവിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ കേൾക്കുന്നുണ്ട്, ആ ഉള്ളിൽ ഇരിക്കുന്നവൻ കേൾക്കുന്നുണ്ട്. ദൈവമാണ്. അക്കാര്യങ്ങളെല്ലാം ഉയർത്തി നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ. ഓ മൈ ജീസസ്. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളെല്ലാം അടച്ച് ശാരീരികമായ അസ്വസ്ഥതയുണ്ടെങ്കിൽ, if you are sick in your body, command it, get out in Jesus name. ശാരീരിക അസ്വസ്ഥതയുള്ളവർ അവരവർ തന്നെ യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടുപോകാൻ കൽപ്പിക്കും. നോ, എനിക്ക് ഓടാനുണ്ട് മുമ്പോട്ട്. പിന്നെ കളിക്കുകയാണോ? ഇത് ചവിട്ടോട്ടയല്ല പിശാചിന്റെ, ഇത് ദൈവത്തിന്റെ മന്ദിരമായി, ഇതിന്റെ മേൽ ആരോഗ്യമാ. ഇതിനാ ക്രൂശിൽ വില കൊടുത്തത്. അവന്റെ അടിപ്പിണ്ടറുകളാൽ എനിക്ക് സൗഖ്യമായി കഴിഞ്ഞിരിക്കുന്നു. Resist the devil. Resist every negative thought. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എന്നാൽ അവൻ വിട്ടുപോകും. SLE ബാധിച്ചിട്ട് നമ്മുടെ ഒരു TV പ്രോഗ്രാം, ആ സഹോദരിയുടെ മോക്കാണ് ഇന്നർ ചേംബർ കണ്ട് സുബോധം നഷ്ടപ്പെട്ട ഒരു മോള് സൗഖ്യമായ എൻ്റെ അമ്മയെ സഹോദരൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ വ്യാഴാഴ്ചത്തെ TV പ്രോഗ്രാമിൽ വരും, കണ്ടോണം. SLE ബാധിച്ചിട്ട് പുള്ളിക്കാരത്തി കേട്ടത് ഇത് കർത്താവ് തന്നതാന്ന്.
അങ്ങനെ മരിക്കാൻ നമ്മുടെ TV പ്രോഗ്രാം കണ്ടപ്പം കേട്ടു, ഇല്ല ശാസിക്കാൻ. അവർ കഥ അങ്ങോട്ട് തുറന്നിട്ട് SLE എൻ്റെ മേത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പിറ്റേന്ന് പോയി ചെക്ക് ചെയ്യുമ്പോൾ SLE ഇല്ല, മുടി പൊഴിഞ്ഞു, കാഴ്ച നഷ്ടപ്പെട്ടു പോയത്. SLE പിശാച് പറഞ്ഞു, ഇത്രയും നാളുമായിട്ട് എന്തിനാ എന്നോട് പറയാഞ്ഞേ, എന്നെ നേരത്തെ ഇറക്കി വിടുവാണെങ്കിൽ ഞാൻ പോത്തില്ലായിരുന്നു. അതാ എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ, നിങ്ങൾ എൻ്റെ SLE പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ കൂടെ ഇരുന്നേ. ഇറങ്ങിപ്പോയിക്കളാൻ പറഞ്ഞു, ഞാൻ പോയി. പിശാചും വിശ്വസിക്കുന്നു, ഭയപ്പെടുകയും ചെയ്യുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. വിശ്വാസി വിശ്വസിക്കുന്നുമില്ല, വിറവലുമില്ല. Come on, think big. ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ, ലോകം കണ്ടിട്ടില്ലാത്ത, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക, ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത ഇൻവെൻഷൻസ് എനിക്കിതാ. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം. ക്രിയേറ്റീവ് ഐഡിയാസ്, ബെറ്റർ ഐഡിയാസ്, സൃഷ്ടിക്കുന്ന, സർഗാത്മകം എന്ന് പറയുന്നത് സൃഷ്ടിചിന്തയുള്ളവർ. അക്കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച്, അന്യഭാഷയെ പ്രാർത്ഥിച്ച്. ഓ മൈ ജീസസ്. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ആ പുതിയ മനുഷ്യൻ, ആ സൃഷ്ടിയുടെ മുഴുവൻ പരിപൂർണതയിൽ നടക്കാൻ എന്നെ സഹായിക്കണം. Where there is no limit at all. ഒരു പരിമിതികളില്ലാത്ത പരിപൂർണതയിൽ നടക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കർത്താവ്. എൻ്റെ മനസ്സ് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ. അന്യഭാഷ, അതാ മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അയ്യോ പാപിയാണ് എന്ന് പറയുന്നതല്ല, ദൈവത്തിൻ്റെ മനസ്സുള്ളവനായി തീരുവാന്നുള്ളതാണ് മാനസാന്തരം. ചേഞ്ചിങ് ദി ആറ്റിറ്റ്യൂഡ്, ചേഞ്ചിങ് ദ മൈൻഡ്. കരങ്ങളൊക്കെ ഉയർത്തി അന്യഭാഷയിൽ നല്ല ഓച്ചത്തിൽ ഓ മൈ ജീസസ്. Oh my Jesus.